ഞാൻ നമസ്കാരം ഒന്നും പറയില്ല, അത്രയ്ക്ക് അധികം സമയം ഞാൻ കോർഡിനേറ്റ് ചെയ്തൊരു ഇന്റർവ്യൂയുടെ രണ്ടാൾക്കാർ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. സാക്ഷാൽ സന്തോഷ് ജോർജ് കുളങ്ങര ആൻഡ് ജോസഫ് അന്നംകുട്ടി ജോസ്. നിങ്ങളെ കിട്ടാനായിട്ട് ഒരുപാട് സമയം ഞാൻ എന്താ പറയുക ട്രൈ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നിങ്ങൾ രണ്ടുപേരും സമയം ചേരാത്തതുകൊണ്ട്. പക്ഷെ എന്തായാലും ഇന്നാണ് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ചൊരു ഇന്റർവ്യൂ ഇരുന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ദൈവമേ, മാധ്യമ ചരിത്രത്തിലെ ഇതിഹാസ നിമിഷം ഞാനിവിടെ ഈ താജ് വിവാന്റെ കൊച്ചിയിലിരുന്നു കൊണ്ട് കാണാനല്ലോ, സന്തോഷമായി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ SJKന് ഇന്റർവ്യൂ ചെയ്തിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഭയങ്കര വൈറലായിരുന്നു. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ഏത് രാജ്യത്ത് ജീവിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയെ തന്നെ മതി, രാഷ്ട്രസ്നേഹം കൊണ്ടൊന്നും അല്ല, പക്ഷെ ഉഡായിപ്പ് ഇവിടെ നടത്താൻ പറ്റൂ. ആ ഒരു അഭിപ്രായത്തിൽ നിന്ന് ഇപ്പം മാറ്റമുണ്ടോ? അല്ല, ഉഡായിപ്പ് ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തി അതിന് ഉഡായിപ്പ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നമ്മൾ ഈ ഒത്തുചേരുന്നത് തന്നെ സത്യം പറഞ്ഞ അത്തരത്തിലുള്ള അഭ്യാസമല്ലേ? അല്ലാതെ ഇപ്പൊ നാടിനെ നന്നാക്കാനൊന്നുമല്ലല്ലോ നമ്മൾ അപ്പൊ അതൊക്കെ നടക്കാൻ സൗകര്യം. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ പുതിയതായിട്ട് ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ജോസഫിനും തുടങ്ങാം. എന്താണ് ജീവിതത്തിലെ പുതിയ കാര്യങ്ങൾ? ഇപ്പോൾ നമ്മൾ അന്ന് രണ്ടുപേരും ഞാൻ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടെ ഇന്റർവ്യൂ തന്നെയായിരുന്നു. അതിൽ നിന്നും എന്തെല്ലാം സംഭവിച്ചു? ഒന്ന്, റേഡിയോ മിർച്ചിയിലെ ഒരു ജീവിതം 7-8 വർഷം ഉണ്ടായിരുന്നു. അത് ഞാൻ മിർച്ചി വേണ്ടെന്ന് വെച്ചു. സമയമായെന്ന് തോന്നി. വീട്ടിലൊരു സ്റ്റുഡിയോ പണിതു. ചെറുതായിട്ട് വീഡിയോസ് ഒക്കെ അവിടെ നിന്ന് ചെയ്യാന്നിരുന്നു. ബുക്കുകളുടെ കാര്യത്തിൽ കുറച്ചുകൂടി 2 ഇന്റർനാഷണൽ പബ്ലിഷേഴ്സ് ആയിട്ടൊരു കോൺട്രാക്ട് സൈൻ ചെയ്തു, പെൻഗ്വിനും ഹാർപ്പറും ആയിട്ട്. പിന്നെ ടോക്ക് ഷോസ് സെലക്ട് ചെയ്ത് ഇപ്പൊ എന്റെ ഡിസിഷൻസിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ സന്തോഷേട്ടൻ്റെ ഒരു ഇന്റർവ്യൂവിലെ യാത്രയെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നൊരു കാര്യം, പേടിയുണ്ടോന്ന് ചോദിക്കുമ്പോൾ പറയുന്നൊരു കാര്യം, ഈ ഇറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടും ചില മടികളുണ്ടെന്നൊരു സാധനം പറഞ്ഞല്ലോ. അതിനെ ഞാനിങ്ങനെ മടികൾ ഒരുത്തനായിരുന്നു. ഇപ്പൊ ഈ സ്റ്റുഡിയോ പണിയാന്നുള്ള തീരുമാനമൊക്കെ ഒരു ബോൾഡായിട്ട് എടുത്തൊരു തീരുമാനം, വീടിന്റെ മുകളിൽ തന്നെ. പാർക്കിലൊക്കെ കാണാൻ വരണമെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ മീറ്റിംഗ് പ്ലേസുമായി. ഇതായിരുന്നു ഒരു ഡിസിഷൻ. ഒരു കാര്യത്തിൽ ഉപേക്ഷിക്കലായിരുന്നു മെയിൻ. ചിട്ട ഒന്ന് വേറെ ലെവലില് സ്വന്തം ടൈംസിൽ പോകുന്നു. അതെ. താങ്കളുടെ കീ വെസ്റ്റ് കഴിഞ്ഞ് ഞാൻ ഭയങ്കര അധികം എന്താ പറയാ എക്സൈറ്റഡ് ആയി. കഴിഞ്ഞ എപ്പിസോഡ് കീ വെസ്റ്റിലായിരുന്നില്ല. കീ വെസ്റ്റ് സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷകരമെന്ന് വെച്ചെങ്കിൽ അതൊരു നല്ല സ്ഥലവും 90 മൈൽസ് ആണ് ക്യൂബയിലേക്ക് നമ്മുടെ നഗരം അല്ലേ. ആ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരാൾക്കും താങ്കൾ പറഞ്ഞ അമേരിക്കയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ടെന്ന് വളരെ കുറച്ച് ആൾക്കാർക്ക് നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇത് കണ്ടപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അനുഭവം എങ്ങനെയായിരുന്നു? അത് ഞാനിങ്ങനെ പോകുന്നതിന് മുമ്പ് ഏത് സ്ഥലത്ത് പോകുമ്പോഴും അതിന്റെ സമീപത്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് പോകാവുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ, അത് ഡിഫറൻ്റ് ആയ സ്ഥലങ്ങൾ ഏതെന്ന് നമ്മളിരുന്ന് പഠിക്കുമല്ലോ. അങ്ങനെ പഠിക്കുമ്പോഴാണ് ഈ കീ വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലമാണെന്ന് പോലും നമ്മൾ കേട്ടാൽ തോന്നില്ലല്ലോ. ആരാണ്ട് ഒരു താക്കോല് കാണാതെ പോയി എന്നുള്ളതാണല്ലോ കീ ലോസ്റ്റ് എന്നാണ് നമുക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടുക. അപ്പോൾ കീ വെസ്റ്റ് അതെന്താണെന്ന് അറിയാനുള്ള ഒരു കൗതുകം. അതിനു മുമ്പ് ഞാൻ ക്രൂസൊക്കെ നടത്തിയിട്ടുണ്ട് മയാമിന്ന്. അപ്പോൾ ഈ മയാമി ക്രൂസുകൾ, കാർണിവൽ ക്രൂസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് കീ വെസ്റ്റ് ഒരു ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു 300 കിലോമീറ്റർ കടലിൽ കൂടെ ഒരു ചിറയുണ്ടെന്നും, അതെ, ആ ചിറയിലൂടെ പോയി അങ്ങേയറ്റത്ത് ഒരു ഐലൻഡ് ചെല്ലുന്നു, ഐലൻഡ് എന്റർടൈൻമെന്റിന്റെ ഒരു ഗംഭീര സ്ഥലമാണെന്നൊക്കെ മനസ്സിലാകുന്നത്. എങ്കിൽ അവിടെ പോയിട്ട് തന്നെയാണ് കാര്യം. പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് റെഗുലർ സർവീസുകളില്ലല്ലോ. നമ്മൾ പ്രൈവറ്റ് കാറിലൊക്കെ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ രാവിലെ കൊണ്ടുപോയിട്ട് വൈകിട്ട് തിരിച്ചു കൊണ്ടിരുന്ന ചില ബസ്സുകൾ സർവീസ് ഉണ്ട്. അത് പ്രശ്നം അവരങ്ങ് തീരുമാനിക്കുക എവിടെ നിർത്തണം, എപ്പോൾ കയറണം, എപ്പോൾ തിരിച്ചു വരണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ 2 മലയാളികളെ കിട്ടി. മലയാളികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ല, അത് കീ വെസ്റ്റിലുള്ളവരല്ല, മയാമിയിലുള്ള. അത് നമ്മുടെ ഏഷ്യാനെറ്റിലെ അനിൽ അടൂരാണ് അറേഞ്ച് ചെയ്തത്. പുള്ളിക്ക് ഇങ്ങനെ കുറേ ബന്ധങ്ങളുണ്ടല്ലോ ലോകം മുഴുവൻ. അപ്പോൾ അങ്ങനെ എനിക്ക് കണക്ഷൻ കിട്ടി. അങ്ങനെ ഞാൻ വിളിച്ചു. അത് പറഞ്ഞു റെഡി, അവർ പോരാൻ റെഡിയാണ്. അങ്ങനെ അവരുമായിട്ട് പോകുമായിരുന്നു. പക്ഷെ അതൊരു ഗംഭീര അനുഭവമല്ലേ. കാരണം ഈ നമ്മള് ഈ ടൂറിസം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ റിലാക്സ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് സമയം ചെലവഴിക്കുന്നത്, അതിനൊക്കെയുള്ള ഫെസിലിറ്റി എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ പഠിക്കണമെങ്കിൽ ഇവിടെ കിടന്ന് ചവിട്ടുനാടകം കളിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ നമ്മളുടെ തീരുമാനം എടുക്കുന്നവര് ഈ കീ വെസ്റ്റിൽ ഒരു 3 ദിവസം പോയി താമസിച്ചാൽ മതി. സത്യം, അഗ്രി. നമ്മുടെ വേമ്പനാട്ട് കായലും നമ്മുടെ തീരപ്രദേശങ്ങളും ഒക്കെ, ബീച്ചുകളും ഒക്കെ എങ്ങനെ ഡിസൈൻ ചെയ്യാം, എങ്ങനെ ലോകോത്തരാക്കി മാറ്റാം എന്ന്. നമ്മളിവിടെ വെറുതെ ആശയങ്ങളും പ്രത്യയശാസ്ത്രവും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യന് വേണ്ട ജീവിക്കാൻ പൈസയാണ്. പൈസയും അത്യാവശ്യ സൗകര്യങ്ങളും ജീവിത നിലവാരം ഉയർത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക ചെയ്യേണ്ടത്. കേരളത്തിൽ ഇരുന്നുകൊണ്ട് സ്വർണ്ണഖനി ഉണ്ടാക്കാവുന്ന സ്വപ്നം കണ്ടിട്ടും പ്രഖ്യാപനം നടത്തിയിട്ടും കാര്യമില്ലല്ലോ. ഇവിടെ ഉള്ളതല്ലേ നമുക്ക് കുഴിച്ചെടുക്കാൻ പറ്റും.
കേരളത്തിനുള്ളത് പ്രകൃതിയാണ്, അതെ ഇവിടുത്തെ സൗകര്യങ്ങളാണ്. അതാണ് അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ടൂറിസമാണ്. ആ. നമ്മൾ ആദ്യകാലത്ത് അതിനെ എതിർത്തു, പിന്നെ അതിന്റെ പ്രൊഫഷണൽ അല്ലാത്ത വഴിയിലൂടെ പോയി അതിനെ നശിപ്പിച്ചു. ഇത് രണ്ടും സംഭവിച്ചുള്ളൂ. ആദ്യകാലത്ത് നമ്മൾ എതിർത്തു, പിന്നീട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ അങ്ങ് ശ്രമിച്ചു. ശ്രമിച്ചു. അത് മുഴുവൻ ടൂറിസത്തിന് വേണ്ടാത്ത രീതിയിലായി, അല്ലെങ്കിൽ ടൂറിസത്തെ അല്ലെങ്കിൽ പ്രകൃതിയെ നശിപ്പിക്കുന്ന മട്ടിലായി. അതെ ഇത് രണ്ടുമല്ല വേണ്ടത്. പ്രൊഫഷണലി അതെ പ്ലാൻഡായി പ്രകൃതിയെയും മനുഷ്യനെയും എല്ലാത്തിനെയും കണ്ടോണ്ട് പരിഗണിച്ചുകൊണ്ടുള്ള സാധനം ഇതൊക്കെ കാണണമെങ്കിൽ അവിടെ ചെല്ലണം. കീ വെസ്റ്റിലാണ് നമ്മുടെ ഏർണസ്റ്റ് ഹെമിംഗ്വേയുടെ വീടുണ്ട്. Yes. മൊഹിത്തോ എന്നുള്ള ഡ്രിങ്ക് അവിടെ നിന്നാണ് ആദ്യം ഉണ്ടായത്. Yeah. ആ ഇതൊക്കെ ഞാൻ അന്ന് കണ്ടുപിടിച്ച അതെ, ഭയങ്കര അതെ, നല്ല സാധനങ്ങളായിരുന്നു. അതെ. അപ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാരെ കൊണ്ട് സഞ്ചരിച്ചു എന്ന് ഞാൻ KLF വരുമ്പോൾ പറഞ്ഞു. ഒരുപാട് ആൾക്കാരെ കൊണ്ട് താങ്കൾ സഞ്ചരിക്കേണ്ടി പോകുന്നു. ഞാൻ അതന്ന് നമ്മൾ കണ്ടതിന് ശേഷം തുടങ്ങിയ ഒരു സംരംഭമാണ്. അതായത് ഈ സഞ്ചാരം തുടങ്ങിയ കാലം മുതൽ പ്രേക്ഷകർ പല ആളുകളും നമ്മളോട് പറയാറുണ്ട്, നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യണം, അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പാഷൻ, ആഗ്രഹം. കാരണം TV സ്ക്രീനിൽ ലോകം കണ്ടാൽ പോരാ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുമല്ലോ 10-27 കൊല്ലം കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ അത് ആദ്യം പോലെ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഇടക്കാലത്ത് ഒരു പരീക്ഷണമൊക്കെ നടത്തിയതാണ്. അപ്പോൾ അന്ന് അത്ര പ്രൊഫഷണലായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഒരു 6-7 ടൂറൊക്കെ ഞാൻ ഇടക്കാലത്ത് എനിക്ക് തോന്നുന്നു ഒരു 8-10 വർഷം മുമ്പ് ഞാൻ നടത്തി. ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം മുതൽ, കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഫുൾ ഫ്ലെഡ്ജായിട്ട് സഞ്ചാരം എക്സ്പ്ലോറേഷൻസ് എന്ന് പറഞ്ഞൊരു കമ്പനി തന്നെ ആരംഭിച്ചു. ആ കമ്പനി നേരത്തെ നമ്മൾ ആരംഭിച്ച ഇതേ ലക്ഷ്യത്തിന് വേണ്ടി, പക്ഷേ അത് ഫുൾ ടൈം പ്രവർത്തനം ആരംഭിച്ചു. ഒരു ടീം സെറ്റ് ചെയ്തു. ഇപ്പം എല്ലാ മാസവും 2 ടൂറുകൾ, ഇന്റർനാഷണൽ ടൂറുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക, 40-50 പേരുടെ. ഇപ്പം അടുത്ത ദിവസം ജപ്പാനിലേക്ക് ഒരു ടീം പുറപ്പെടുന്നു. അടുത്ത 2 ടീം ജപ്പാനിലേക്ക് 2 ആഴ്ചയുടെ ഇടവേളകളിൽ പുറപ്പെടുന്നു. അത് കഴിഞ്ഞാൽ മംഗോളിയയിലേക്ക് 2 ടീമുകൾ പുറപ്പെടുന്നു. അതിനുശേഷം കെനിയയിലേക്ക് പുറപ്പെടുന്നു. അപ്പോൾ അടുത്ത ഏതാണ്ട് ഒക്ടോബർ നവംബർ വരെയുള്ള എല്ലാം ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ രണ്ടുപേരും തന്നെ സ്റ്റോറി ടെല്ലേഴ്സാണ് ശരിക്കും പറയാ. ഒരാൾ ലോകം കാണുന്നു, അതിൽ കുറേ നല്ല കഥകൾ മെനഞ്ഞെടുക്കുന്നു. ആ ലോകം കാണുന്നത് താങ്കളുടെ ക്യാമറ ലെൻസിൽ കൂടെയാണ്, അത് താങ്കൾ കാണുന്നത് വരികൾ കൂടെയാണ്. ഒരുപാട് കാരണം ട്രാവൽ ചെയ്തത് എനിക്കറിയാം ഇൻ്റർനാഷണൽ പബ്ലിക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ പക്ഷേ ഈ കഥകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, മനസ്സിലേക്ക് ആവാഹിച്ച് കുറച്ച് കാലം അതിൽ വെച്ച് പിന്നെ വീണ്ടും പുസ്തകമായിട്ടോ ഒരു വീഡിയോ ആയിട്ട് തിരിച്ച് പിന്നെയും ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുകയാണ്. ഈ കഥകൾ എന്തെല്ലാം കഥകളാണ് എക്സൈറ്റ്മെന്റിലേക്ക് വരുന്നത്, കൊടുക്കണം തിരിച്ച് പുറത്തേക്ക് എന്ന് പറയാനായിട്ട്? നമുക്ക് ഒരുപാട് ഒന്നും നമ്മുടെ ഇൻസ്റ്റഗ്രാം ഈ ചാറ്റ് ബോക്സ് പലരും ഈ കുമ്പസാരക്കൂട് പോലെ ആവുന്നൊരു സംശയമുണ്ട്. ചില സമയത്ത് ഒരുപാട് പേര് അവരുടെ സങ്കടങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ അതിനെ റെസ്പെക്ടോടുകൂടി കാണുന്നു. കുറെ പേരുടെ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കഥകൾ ചിലപ്പോൾ വരും. നമ്മൾക്ക് ഈ ട്രൂത്ത് ഈസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ എന്നൊക്കെ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാവുന്നത് ഇങ്ങനെ കുറേയും ചാറ്റിൽ ചിലപ്പോൾ കത്തുകളായിട്ട് മെയിലായിട്ട് വരുന്നുണ്ടാവും. നമ്മൾ ഈ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ ആളുടെ ചേട്ടൻ 5 മിനിറ്റ് സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. ചിലതൊക്കെ നമ്മൾ ഇതുവരെ കേൾക്കാത്ത കഥകൾ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇന്റർവ്യൂവിന് ഇരിക്കണേക്കാളും സംസാരിച്ചപ്പോൾ ചേച്ചി പറഞ്ഞൊരു കഥ പോലെ, ഫ്ലൈറ്റ് യാത്രയിലെ ഒരു കാര്യം പോലും ഞാൻ ആദ്യമായിട്ട് അത്രയും ഫ്രഷ് ആയിട്ടുള്ള ഒരു സാധനം കേൾക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സ്കില്ലെന്ന് തോന്നുന്നു ഈ കേട്ട കഥയെ ചിലതുമായി വായിച്ച പുസ്തകങ്ങളോ സ്വന്തം അനുഭവങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ട് അതിനൊരു പാക്കേജ് ആക്കി ഡെലിവറി ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എൻ്റെ സ്കിൽ സെറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഒരു മൂന്നാം കണ്ണിങ്ങനെ ഓപ്പൺ ആണ്, നമ്മൾ പോലും അറിയാണ്ട്. കാരണം എവിടെയെങ്കിലും ഈ പറയുന്ന കഥകളിൽ എന്തുണ്ട്, ഇത് ഒരു കഥ കേൾക്കുമ്പോൾ തന്നെ കണക്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ സമയം എനിക്കുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് ഇതുമായിട്ട് കണക്ട് ചെയ്യാലോ. ഇത് പറഞ്ഞ് നമ്മൾ ചേർത്ത ഒരാൾക്ക് ഇത് വീഡിയോ കൂടെ പറയുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ സിമിലർ സ്ട്രഗിളിലൂടെ കടന്നു വന്ന ഒരുപാട് പേരുണ്ടാവും, ഇത് പുറത്ത് പറയാൻ പറ്റാത്തവർ. അവർക്കിത് താൽക്കാലികമായിട്ട് ആൻസറിങ്ങുമാണ്. നമ്മൾ ഒരിക്കൽ പോലും ഒരു കിട്ടിയൊരു അറിവോ ഒരു അനുഭവമോ പങ്കുവെച്ചുകൊണ്ട് അയാളെ രക്ഷപ്പെടുന്നു ഒരിക്കൽ പോലും ഞാൻ ചിന്തിക്കുന്നില്ല. എപ്പോഴും വിചാരിക്കുന്നത് ഈ സ്ട്രീറ്റ് ലൈറ്റ് പോലെയാണ് നമ്മുടെയൊക്കെ വീഡിയോസ്. അടുത്തൊരു 8 സ്റ്റെപ്പ് വയ്ക്കാനുള്ള വെട്ടേ അതിനുള്ളൂ. അപ്പുറത്ത് അയാൾക്ക് വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ട്രീറ്റ് ലൈറ്റ് കിട്ടുമായിരിക്കും. പക്ഷെ നമ്മുടെ അടുത്തെത്തും അത് ഓഫായിട്ടിരിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ കഥകൾ എടുക്കുന്നു, പാക്ക് ചെയ്യുന്നു, പറഞ്ഞു കൊടുക്കുന്നത്. താങ്കൾക്ക് എങ്ങനെയത്? അല്ല, നമ്മൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പലതും പറയാനുണ്ടെന്ന് മനസ്സിലായത്. കാരണം ഇവിടെ നമ്മൾ കേൾക്കുന്നതെല്ലാം സ്ഥിരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണല്ലോ പലപ്പോഴും, അല്ലേ? ഇപ്പം നമ്മുടെ രാഷ്ട്രീയക്കാർ പറയുമ്പോഴും സാഹിത്യകാരന്മാർ പറയുമ്പോഴും ഒക്കെ അത് പരമ്പരാഗതമായിട്ട് പറഞ്ഞു വന്ന കാര്യങ്ങൾ തന്നെയാണ്. നന്മയുടെ കഥകൾ, മാർഗനിർദ്ദേശത്തിൻ്റെ കഥകൾ, അല്ലേ? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. രാഷ്ട്രീയം, സാമൂഹ്യ രാഷ്ട്രീയ വിദ്യാഭ്യാസ പ്രവർത്തന മേഖലകളിലെല്ലാം അങ്ങനെയാണ്. പക്ഷേ നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി, മലയാളി കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്ത ഒത്തിരി സാധനങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനുണ്ടെന്ന്. അവിടെ വെറുതെ പറയലുകാരനല്ല ഞാൻ, എൻ്റെ കയ്യിലൊരു ഉപകരണം കൂടെ ഉണ്ട്, ക്യാമറ. ഇത് എടുത്തു കൊണ്ടുപോയി വിഷ്വലും ദൃശ്യവും ശബ്ദവും കൂടെ ചേർത്ത് പറഞ്ഞാൽ ഇത് മനുഷ്യൻ ഇതുവരെ, മലയാളി ഇതുവരെ കാണാത്ത ഒന്നാണെന്ന് എനിക്ക് നല്ല ബോധ്യം വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. കാരണം അങ്ങനെ ഒരു കാര്യം മലയാളി ചിന്തിച്ചിട്ട് പോലുമില്ല. കാരണം മലയാളിയെ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലുള്ളവരൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതൊക്കെ വേറെ ചില കഥകളാണ്. അത് അവരുടെ സൗകര്യത്തിന് വേണ്ടി പറഞ്ഞതായിരുന്നു പിന്നീട് മനസ്സിലായി.
അവർ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ. അതെ. ഇപ്പോൾ നമ്മൾ ഒന്നിച്ചൊരു യാത്ര പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചൊരു കാര്യത്തിന് പുറപ്പെടുകയാണ്, നമ്മൾ തമ്മിൽ സംഘടനം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലായാൽ ബുദ്ധിയുള്ള ഒരാൾ എപ്പോഴും ചെയ്യുന്നറിയോ, ആ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആളെ നിരന്തരം പുകഴ്ത്തിക്കൊണ്ടിരിക്കും, സുഖിപ്പിച്ചുകൊണ്ടിരിക്കും. പിന്നെ അവരെ പേടിക്കണ്ടല്ലോ. അപ്പൊ രാഷ്ട്രീയക്കാര് അടുത്ത കാലം വരെ കേരളത്തിൽ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളി അങ്ങ് സൂചിപ്പിച്ചുകൊണ്ടിരുന്നു. മലയാളി പ്രബുദ്ധരാണ്, ലോകത്തിലെ സ്വർഗസമാനമായ ജീവിതമാണ് നയിക്കുന്നത്, ലോക നിലവാരമാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും, അല്ലെങ്കിൽ എല്ലാം സൂപ്പർലേറ്റീവ് ഡിഗ്രി കേട്ടിട്ടില്ലേ? അങ്ങനെയാണല്ലോ എല്ലാവരും പറഞ്ഞിട്ടില്ലേ? നമ്മളെ കവിഞ്ഞ് പിന്നെ വേറെ ആരുമില്ല എന്നൊക്കെയാണ് ഈ 80s-ലും 90s-ലും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള. അങ്ങനെ ഞാനും വളർന്നു വരുന്ന മുഴുവൻ അത് കേട്ടിട്ടാ. എല്ലാ യൂറോപ്യൻ നിലവാരമാണ് എല്ലാം. റഷ്യ പോലും അന്തം വിട്ട് നിൽക്കുകയാണ്, അമേരിക്ക അത്ഭുത പരതന്ത്രമായിട്ട് നിൽക്കുകയാണ് കേരളം എന്നൊരു നാടിനെ കുറിച്ച് എന്നൊക്കെയാണല്ലോ ഈ രാഷ്ട്രീയക്കാർ തള്ളി മറിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ശരിക്കുള്ള ഈ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ, എൻ്റെ ആദ്യത്തെ യാത്ര നേപ്പാളിലേക്കായിരുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ BMBC ടാറിങ് എന്ന് പറയുന്ന സാധനം കാണുന്നത്. അന്ന് നമ്മൾ വന്നിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞിട്ട് ഇങ്ങനെ എന്താണ് വറുത്ത് കോരിയിട്ട് വണ്ടി ഉരുട്ടി ടാർ ചെയ്യുന്ന കാലമാണ് നമ്മുടെ. അപ്പൊ ഞാൻ ആദ്യത്തെ കണ്ട് ഞെട്ടിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റോഡ് പണിയുന്ന ടെക്നോളജി നേപ്പാൾ നമ്മളെക്കാൾ എത്രയോ പുറകില്ല, ഒരു സംശയമില്ല. പക്ഷെ ചില അടിസ്ഥാന സൗകര്യങ്ങൾ, ചില ടൂറിസം, നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ ചില സ്ട്രീറ്റുകൾ, ആ സ്ട്രീറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നാട്ടുകാരെ കാണുന്നേ ഇല്ല. ഒരു ഉത്സവത്തിന് അല്ലെങ്കിൽ ഒരു പള്ളിപ്പെരുന്നാളിന് ഈ പ്രദക്ഷിണം പോകുന്നത് പറഞ്ഞ പോലെ ഒഴുകുന്നത് മുഴുവൻ വിദേശികളാണ്. ആ വഴിയരികിലിരിക്കുന്ന കടകൾ മുഴുവൻ എവറസ്റ്റ് കയറാനുള്ള ഉപകരണങ്ങൾ വിൽക്കുന്ന കടകൾ, അല്ലെങ്കിൽ ഈ ക്യാമ്പിങ്ങിനുള്ള ഉപകരണങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ കരകൗശല വസ്തുക്കൾ, സുവനീറുകൾ, 10,000 ഒഴുകുകയാണ്. അപ്പോൾ ഈ ടൂറിസത്തിൻ്റെ ലോക തലസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നിടത്ത് എറണാകുളത്തോ ആലപ്പുഴയിലോ ഒക്കെ നമ്മൾ ചെല്ലുമ്പം അങ്ങനെ ഇരിക്കുമ്പോൾ 100 പേരിൽ ഒരു സായിപ്പോ വേറൊരു വിദേശിയോ പോകുന്ന കാണാം. ഇവിടെ അതല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നാട്ടുകാരനെയാണ് കാണുന്നത്. അപ്പോൾ ടൂറിസത്തിന് ഇത്രയും സാധ്യതകൾ ഈ നാട് എങ്ങനെ ഉണ്ടാക്കി? അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ ടെക്നോളജിയിൽ ഈ നേപ്പാൾ പോലും വളരെ മുമ്പിലോട്ട് എങ്ങനെ പോയി? ഇന്ന് നമ്മൾ അവരെക്കാളൊക്കെ വളരെ മുമ്പിലാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ 97 ഞാൻ ചെല്ലുമ്പോൾ ഇത്തരത്തിൽ ടാർ ചെയ്യുന്ന റോഡ് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു, ഇതെങ്ങനെ ഇങ്ങനെ ടാർ ചെയ്യുന്നതെന്നൊക്കെ. അപ്പം അവിടുന്ന് തുടങ്ങിയ അത്ഭുതങ്ങൾ പിന്നെ മാൽദീവ്സിൽ ചെല്ലുമ്പോഴത്തേക്ക് അതിന്റെ പല മടങ്ങായി. ടൂറിസം എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യം. സീപ്ലെയിൻ 97-ൽ 98-ൽ ഞാൻ അവിടെ നിരന്ന് കിടക്കുകയാണ് സീപ്ലെയിനുകൾ. 2024-ലോ 25-ലോ ഇവിടെ വേമ്പനാട്ടുകായലിൽ വന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ അന്തം വിട്ടിട്ട് ഇത് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് വീരസി അടിച്ചതാ. ഏത് 97-ൽ മാൽദീവ്സ് എന്ന് പറയുന്നത് നമ്മളെ ആശ്രയിച്ച് മാത്രം ഒരു കാലത്ത് കഴിഞ്ഞിരുന്ന ഒരു രാജ്യത്ത് ഈ സംവിധാനങ്ങൾ എന്തുമാത്രം അവിടുത്തെ ദ്വീപുകളെല്ലാം കണക്ട് ചെയ്തും ടൂറിസ്റ്റ് റിസോർട്ടുകളെ കണക്ട് ചെയ്ത് കൊടുക്കുന്നത് സീപ്ലെയിനുകളാണ്. അങ്ങനെ നോക്കിയാൽ അന്ന് അവിടെയുള്ള യോട്ടുകൾ, ബോട്ടുകൾ, ഇതെല്ലാം വേൾഡ് ക്ലാസ് സാധനങ്ങളാണ്. അവിടെയൊക്കെ നമ്മുടെ വീക്ഷണങ്ങൾ മാറുകയാണ്, നമ്മൾ ഞെട്ടുകയാണ്. പിന്നെ സിംഗപ്പൂർ ചെല്ലുമ്പോൾ, അല്ലെ മലേഷ്യ ചെല്ലുമ്പോൾ, പിന്നീട് യൂറോപ്പിലേക്ക് ചെല്ലുമ്പോൾ, പിന്നെ അമേരിക്കയിലേക്ക് ചെല്ലുമ്പോൾ, അറബി നാടുകളിൽ എന്തിന് നമ്മൾ ദുബായി ചെല്ലുമ്പോൾ ആദ്യം കണ്ട ദുബായ് അല്ലല്ലോ പിറ്റേ വർഷം ചെല്ലുമ്പോൾ, പിന്നത്തെ വർഷം ചെല്ലുമ്പോൾ അതല്ല. 5 വർഷം കഴിയുമ്പോൾ ദുബായ് വേറെ. ഞാൻ ആദ്യം പോയ 98-ൽ പോയ ഖത്തർ എനിക്ക് ഓർമ്മയുണ്ട്, ദോഹ. ഇന്നത്തെ ദോഹ ആ സ്ട്രീറ്റ് ഒന്നും ഇന്നില്ല. അപ്പം ദുബായിയോ ദോഹയോ പോലെ നമുക്കാകാൻ പറ്റില്ലെന്ന് നമുക്കറിയാം, പല പല കാരണങ്ങൾ കൊണ്ട്. പക്ഷേ നമുക്ക് നമ്മളെപ്പോലുള്ള നിരവധി രാജ്യങ്ങളെക്കാൾ, നാടുകളെക്കാൾ ഭംഗിയാകാനുള്ള മിടുക്കന്മാരല്ലേ നമ്മൾ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയണമെന്ന് തോന്നിയത്. അല്ലാതെ ഞാനൊരു സാഹിത്യം അധികം പറഞ്ഞിട്ടില്ലല്ലോ. ഈ നാടുകളെ കാണണം. കാരണം എക്കാലവും പിന്നീടും അതിനു മുമ്പ് എനിക്കറിയാം ഈ ലോകത്തിൻ്റെ ചരിത്രത്തെ സ്വാധീനിച്ചത് അല്ലെങ്കിൽ മറ്റു നാടുകളിലേക്ക് വീക്ഷണങ്ങൾ എത്തിച്ചതൊക്കെ പലപ്പോഴും സഞ്ചാരികളായിരുന്നു. നൂറ്റാണ്ടുകളുടെ മുമ്പ് മുതൽ തന്നെ അവരൊക്കെയാണ്. ഇപ്പം മാർക്കോപോളോ ചൈനയിലേക്ക് യാത്ര ചെയ്ത് ചൈനയിൽ ദീർഘകാലം ചൈനീസ് ചക്രവർത്തിയുടെ കൊട്ടാരത്തിനെ താമസിച്ച് തിരിച്ച് ഇറ്റലിയിലേക്ക് ചെല്ലുമ്പോൾ ഒരു സംസ്കാരം മാറ്റമാണ് അവിടെ ഉണ്ടായത്. അവരപ്പോഴാണ് അത്ഭുതപ്പെടുന്നത് ഇങ്ങനെ ഒരു ലോകം അവിടെ ഉണ്ടെന്ന് അറിയുന്നത്. അതുപോലെ ഹുയാങ് സാങ്, പാഹ്യൻ, ഇബിൻ ബത്തൂത്ത, ഇവരൊക്കെ കൊണ്ടുപോയത് ഒരു നാട്ടിൽ നിന്നുള്ള അറിവ് മറ്റിടത്ത് കൊണ്ടുപോയി കൊടുക്കുക ചെയ്തത്. സ്വന്തം നാട്ടിലേക്ക് മാത്രമല്ല, പോയ നാട്ടിലേക്ക് എല്ലാം മറ്റിടങ്ങളിൽ നിന്ന് സാധനം കൊണ്ടുപോയി അങ്ങോട്ട് കൊടുത്തു. അപ്പം ഈ യാത്രകൾ തീർച്ചയായിട്ടും നമ്മുടെ കണ്ണ് തുറപ്പിക്കും. ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ ഒരു പ്രധാന കാരണം എന്തറിയോ? വലിയൊരു ശതമാനം മലയാളികൾ യാത്ര ചെയ്യാൻ തുടങ്ങി. യാത്ര ചെയ്യാൻ തുടങ്ങുകയോ യാത്ര ചെയ്തവരുടെ വീഡിയോ കാണാൻ തുടങ്ങുകയോ ചെയ്തു. ഈ യാത്ര ചെയ്തവരുടെ വീഡിയോ കാണാൻ തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? ചെറുപ്പക്കാർക്ക് ഈ UK എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ, പോയിക്കളയാം. കാനഡ എന്ന് പറഞ്ഞാൽ ഇത്ര രസമല്ലേ, ഇങ്ങനെയാണല്ലേ അവിടുത്തെ നൈറ്റ് ലൈഫ്, ഇങ്ങനെയാണ് അവിടുത്തെ ആഘോഷങ്ങൾ, പിന്നെ എന്തിനാ കാരണന്മാരെ പിടിച്ച് ഇവിടെ കിടക്കുന്നേ, പോയിക്കളയാം എന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ തീരുമാനം എടുത്തത് എന്തുകൊണ്ടാ? ആ ലോകം അവർ കണ്ടു വിഷ്വൽ മീഡിയയിലൂടെ, അല്ലെങ്കിൽ പോയിട്ട് വന്നയാളുടെ അനുഭവത്തിലൂടെ.
ഇങ്ങനെ ഒരു യാത്രകൾ താങ്കളും ചെയ്തിട്ടുണ്ട്. ചൈനയിൽ നിന്നാണ് ആദ്യത്തെ യാത്ര എന്ന് പറഞ്ഞാൽ. പിന്നെ അവിടെ ഞങ്ങളുടെ ഒരുപാട് യാത്ര, ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ യാത്രകളുടെ ഒരു ഗ്രൂപ്പ്. അപ്പോൾ സ്വന്തമായിട്ട് ഒരു രീതിയിൽ അവരുടെ ഒരു നർമ്മമായിട്ടൊരു സെൽഫ് ഡിസ്കവറി യാത്രകൾ ഉണ്ടായിട്ടുണ്ടോ രണ്ടുപേർക്കും? യാത്രകൾ ഒന്ന് ജോലിയുടെ ഭാഗമായിട്ടാണ്, അത് പണ്ടാണ്. നമ്മളൊന്നും ഇങ്ങനെ ലൈം ലൈറ്റിലോട്ട് വന്നിട്ടില്ല. ക്യാമ്പസിൽ നിന്ന് പ്ലേസ്ഡ് ആയി നേരെ ജോലി കയറുന്നത്. അവർ ആദ്യം തന്നെ അസൈൻമെന്റ് ചൈനയ്ക്ക് പോകാനാണ്. സൂച്ചോ എന്നൊരു സ്ഥലത്താണ് ഞാൻ പോകുന്നത്, ജിയാങ്സു പ്രൊവിൻസിൽ. അപ്പോൾ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് തന്നെ ഇംഗ്ലീഷ് അധികം സംസാരിക്കാത്ത ഒരു ക്രൗഡിന്റെ അടുത്ത് നമ്മളവിടെ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ സന്തോഷം പറഞ്ഞ കൃത്യമായിട്ടൊരു കാര്യമാണ്. കാരണം ഈ ക്യാമറയിലൂടെ അത് കാണിച്ചു കൊടുത്തിട്ട് പറയുമ്പോൾ പിന്നെ സംശയിക്കാനകത്ത് ഒന്നുമില്ല. ഞാനവിടെ കണ്ട പല കാഴ്ചകളും ഞാനിവിടെ പറയുമ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാനിവിടെ പോയപ്പോൾ കണ്ടത്, ഇപ്പൊ നമ്മൾ എനിക്ക് റിസർച്ച് നടത്തണം, കോളേജ് സ്റ്റുഡൻസിന് വെച്ചിട്ടാണ് റിസർച്ച് നടത്തേണ്ടത്. അവിടെ ലിവർപൂൾ സൂച്ചോ യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ പോയി പിള്ളേരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അവിടെയാണ് പിള്ളേർ കുറച്ച് ഇംഗ്ലീഷ് അറിയുള്ളൂ. നമ്മളെ ചെറുതായിട്ട് കമന്റ് അടിക്കുന്നതും നമ്മളോട് കുറെ ഡൗട്ടുകൾ ചോദിക്കുന്നതും എല്ലാത്തിനും സ്മാർട്ടായിട്ട് വരുന്നെല്ലാം ഏറ്റവും പെൺകുട്ടികളായിരുന്നു അവിടെ. ഷോപ്പിങ്ങിന് പോയ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു കാഴ്ച കാണുന്നത്, ഒരു ചെറുക്കൻ ലേഡീസ് ബാഗ് ഇങ്ങനെ ഇട്ടിരിക്കുക, പെൺകുട്ടി ഫ്രണ്ടിൽ നടന്ന് ഓരോന്നും ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നു, കൊച്ചിനെ പിടിച്ചു. ഇതെന്താണ് ഇങ്ങനെ ഒരു ലേഡീസ് ബാഗ്? ചിലപ്പോൾ അയാൾ എന്തെങ്കിലും അത്യാവശ്യം ഒന്ന് ഒട്ടുമിക്ക പിള്ളേരും അവിടെ അസിസ്റ്റ് ചെയ്യാണ് ഷോപ്പിങ്ങിന്. നമ്മളൊരു അപ്പാർട്ട്മെന്റ് ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്യാൻ പോണായിരുന്നു. നമ്മളോട് സംസാരിക്കുന്ന, ഡീല് ക്ലോസ് ചെയ്യുന്ന എല്ലാം ലേഡിയാണ് ആ വീടിന്റെ. അവസാനം സൈൻ ചെയ്യാൻ നേരത്തെ അദ്ദേഹം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് പിന്നെ എല്ലാ കാര്യത്തിലും ഈ പെൺകുട്ടികൾ ഒരു എക്സ്ട്രാ സ്മാർട്ടായിട്ട് ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇന്ത്യക്ക് പുറത്ത് പോയപ്പോഴാണ്. അതുപോലെ ഞാനവിടെ ക്രിസ്മസ് ഫ്രണ്ട് കളിപ്പിച്ചു. അവർക്ക് ക്രിസ്മസ് ഒന്നുമില്ല. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ മറ്റേ തൊപ്പിയിടുക, ബലൂണിൽ എത്തിക്കാന്നുള്ള അപ്പുറത്തൊരു ജീസസ് എന്നോ അല്ലെങ്കിൽ ക്രിബ് എന്നുള്ളതെന്ന് പറഞ്ഞുകൂടാ. ഈ ക്രിസ്മസ് ഫ്രണ്ട് ഒരു ഗെയിം കളിപ്പിച്ച് ഞാൻ അവരെ കൊണ്ട് അവർ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഒരു പെൺകുട്ടി എനിക്ക് അതിനകത്തൊരു അടിപൊളി സ്കാർഫ് പോലത്തെ ഒരു സാധനമൊക്കെ ഗിഫ്റ്റ് ചെയ്തു. ഇപ്പൊ തണുപ്പുള്ള കാലമാണ് ജോസഫ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വരുന്നു. അതിനുശേഷം നമ്മളോട് സംസാരിക്കുന്ന അവർക്ക് ക്യൂ എന്നൊരു സാധനം ഉണ്ടായിരുന്നു പണ്ട്, നമ്മുടെ സ്കൈപ്പിന് പകരം. അന്ന് ചൈനക്കാർക്ക്, ഇന്നിപ്പോ ചൈന ആപ്പ് എല്ലാം നിർത്തിയല്ലോ. ഈ സ്ട്രേഞ്ചേഴ്സ് നമ്മളോട് ചാറ്റിന് വരും, വീഡിയോ ചാറ്റിനൊക്കെ. ഇന്ത്യൻ ആൾക്കുള്ള നമ്മള് എപ്പോഴും കേട്ടിരിക്കുന്ന എന്താണ്, ഈ ചാറ്റ് മറ്റേ വേറെ ലൈനിലോട്ട് തിരിഞ്ഞു പോകുന്ന ഒരു സാധനമായിരിക്കും. അവർക്ക് നോ മോർ അബൌട്ട് ഇന്ത്യ. എന്താണ് അവർ ഒരു പെൺകുട്ടി, ഞാനിപ്പോ എന്റെ എക്സസൈസ് ചെയ്തിട്ട് പറയാം, നിങ്ങൾ എക്സസൈസ് ചെയ്യാറുണ്ടോ? എനിക്ക് തോന്നുന്നു ഞങ്ങള് ചൈനീസ് ആളാണ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് തോന്നുന്നത്. നിങ്ങളുടെ, കാരണം ഞങ്ങൾക്ക് ഫുഡ് ഹാബിറ്റ്സ് കാര്യങ്ങൾക്ക് ഡിഫറെന്റ് ആണ്. ഇങ്ങനെ ഒരു സ്ട്രേഞ്ചറിന്റെ അടുത്ത് വളരെ, അങ്ങനെ പലരും ഉണ്ട് അതിനകത്ത്. സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് നമ്മളെ പല പ്രാവശ്യം യൂറോപ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫോറിനേഴ്സ് ഓഫീസിൽ നിന്ന് പറയും നമ്മളെ ചിരിക്കല് കുറവല്ലേ ഇന്ത്യക്കാര്, അല്ലെ? തോന്നി ഏറ്റവും അധികം താങ്കളെ ഗ്രീറ്റ് ചെയ്തിരിക്കുന്ന ഏത് രാജ്യക്കാരാണ് ശരിക്കും പറയാം? എനിക്ക് തോന്നുന്നത് ഒരു ഫ്രണ്ട്ലി ആയി ഹൃദയം തുറന്ന് ഗ്രീറ്റ് ചെയ്യുന്നത് കൂടുതലും നമ്മുടെ ഈ മധ്യേഷ്യൻ രാജ്യങ്ങളാണ്. വികസിതമായ അറബ് രാജ്യങ്ങളല്ല, അവികസിതമായ അറബ് രാജ്യങ്ങളും മധ്യേഷ്യയും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യക്കാരെ വലിയ സ്നേഹമാണ്. കാരണം ഇവര് ഇപ്പൊ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന പല രാജ്യങ്ങളിലും അവർക്ക് കാണാൻ അനുവദിച്ചിരുന്ന സിനിമകൾ സോവിയറ്റ് സിനിമകളും അല്ലെങ്കിൽ പിന്നെ ഇന്ത്യൻ സിനിമയായിരുന്നു. കാരണം യൂറോപ്യൻ സിനിമകളും അമേരിക്കൻ സിനിമകളും ഒന്നും കാണിക്കുകയില്ലായിരുന്നു ഒരു കാലത്ത്, കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമകളാണ് അവർക്ക് അവരുടെ നാട്ടിലെ അല്ലാതെ കാണാൻ കിട്ടിയ സാധനം. അവിടുത്തെ സിനിമകളിലുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റർ ഓഫ് ഫാക്റ്റ് ആണ് കാര്യങ്ങൾ. അങ്ങനെ പറഞ്ഞ് ഇപ്പം വാർ ആൻഡ് പീസ് ആണെങ്കിൽ വാർ ആൻഡ് പീസിന്റെ കഥ എങ്ങനെ അങ്ങ് പറഞ്ഞു പോരുന്നു, അങ്ങനെയുള്ള ക്ലാസിക്കുകളെ ഫിലിമാക്കുന്നു. നമ്മുടെ അതല്ലല്ലോ, ഡാൻസ്, പാട്ട്, നമ്മുടെ ഗോവിന്ദ വരെ അറിയാം, ഗോവിന്ദ, ഷാരൂഖ് ഖാൻ, ഇവരുടെ എല്ലാ നൃത്തവും ഡാൻസും ഇവർക്ക് സുപരിതമാണ്. ഇപ്പൊ അവിടെയൊക്കെ ചെന്ന് നമ്മൾ വർത്താനം പറയുമ്പോൾ തന്നെ അവർ ഡാൻസ് കളിച്ചോണ്ട് വർത്താനം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ, പാട്ട് പാടി. ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ നിങ്ങളെ അറിയാം എന്നുള്ള മട്ടില്. ഈ അടുത്ത കാലത്ത് ഞാനൊരു ഉസ്ബെക്കിസ്ഥാനിലൊരു വീട്ടിൽ പോയി. വീട്ടിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഒരു മലയാളി ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ എക്സ്പ്ലോർ ചെയ്ത് ഗ്രാമങ്ങളിലേക്ക് പോയി. ഒരു വീട്ടിൽ കയറി ചെന്നു. വീട്ടിൽ കയറി ചെന്നപ്പം ഒരു 60 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അവർ വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ അവർ പറയുന്നത് എൻ്റെ ഈ സുഹൃത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തു തന്നു. അപ്പം എൻ്റെ അടുത്ത്, ഞാൻ നാട്ടിൽ നിന്ന് ആ ദിവസം ചെന്നതെന്ന് അറിഞ്ഞപ്പോഴും എൻ്റെ അടുത്ത് ചോദിച്ച കാര്യം, ഈ ഷാരൂഖ് ഖാൻ്റെ കണ്ണ് ശരിയായോ എന്നെൻ്റെ അടുത്ത് ചോദിച്ചേ. അപ്പോൾ അതിന് മുമ്പ് ഏതോ ഒരു 2 ദിവസം മുമ്പ് ഷാരൂഖ് ഖാൻ്റെ കണ്ണിന് എന്തോ ഒരു സർജറി നടത്തുമോ എന്തോ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അയാൾ എവിടെയോ വാർത്ത കണ്ടു. അപ്പോൾ ഞാൻ ഷാരൂഖ് ഖാന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാളാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞ ഒരു ഉസ്ബെക്കിസ്ഥാനിലെ ഒരു പട്ടണം പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പൊ നമ്മളൊക്കെ അടുത്ത സുഹൃത്തുക്കളാണ്. ഷാരൂഖ് ഖാന്റെ കണ്ണിന്റെ സർജറി കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ എല്ലാം സുഖമായി കഴിഞ്ഞ് വന്നതാണ് എന്നൊക്കെയുള്ള മട്ടില് ഷാരൂഖ് ഖാൻ എന്നുള്ള വിശേഷം, അമിതാഭ് ബച്ചന് സുഖമാണോ, മക്കളൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ
ഇന്ത്യയെക്കുറിച്ചും അല്ലെങ്കിൽ ഇന്ത്യക്കാരെ കുറിച്ചും മാത്രമല്ല അവർ വളരെ നിഷ്കളങ്കമായിട്ട് വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. താങ്കൾ ആദ്യമായിട്ട് എപ്പോഴാണ് ലേബർ ഇന്ത്യ പുസ്തകം വായിച്ചത് അല്ല മാഗസിൻ? ലേബറിന്റെ എനിക്ക് തോന്നുന്നു 6-7 കോടി വായിക്കുന്നുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് സമയം പറയൂ കേൾക്കട്ടെ. അല്ല, എല്ലാ വർഷവും നിങ്ങൾ ചെയ്തിരുന്ന ഒരു കാര്യം, അതായത് പുതിയ അതേ വർഷം ആരംഭിക്കുമ്പോൾ കവർ പേജിൽ 1-ാം റാങ്ക് കിട്ടിയ ആളുടെ പടമായിരിക്കും ഇപ്പോഴും ഫ്രണ്ടിൽ ഉണ്ടാവുക. അപ്പോ ഈ ലേബറിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഭയങ്കര സ്പീഡിൽ നടന്നു വായിക്കുന്നതാണ്. ഒരു സ്ഥലത്ത് ഇരിക്കില്ല, ഇരുന്നിങ്ങനെ വായിക്കാൻ എന്തോ പറ്റില്ല. അപ്പൊ ഞാൻ തട്ടിന്റെ മുകളിൽ ഇങ്ങനെ കേരളങ്ങളിൽ ഒന്ന് കോമളം കയറും, പിന്നെ അമ്മ പറയണം എല്ലാം അടക്കുന്നൊക്കെ പറയും. അപ്പൊ ചെറിയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലത്തെ ഒരു ഇത്. അപ്പൊ അതിനകത്ത് ഒരിക്കൽ റാങ്ക് കിട്ടിയൊരു പെൺകുട്ടി, എല്ലാ വർഷവും നിങ്ങളുടെ വിജയരഹസ്യം ചോദിക്കുന്നുണ്ട് അതിനകത്ത്. ഈ റാങ്ക് കിട്ടിയ പെൺകുട്ടിയോട് ചോദ്യം ഇങ്ങനെയാണ്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഈ റാങ്കിന്റെ വിജയരഹസ്യം? അന്ന് ആ പെൺകുട്ടി അവിടെ ആ ലൈബ്രറിയിൽ കണ്ട വാചകം ഞാൻ മറന്നിട്ടില്ല. അവർ പറഞ്ഞ ഇതാണ്, നോ സംതിങ് ഓഫ് എവറിത്തിങ്, നോ എവറിത്തിങ് ഓഫ് സംതിങ്. അതാണ് എൻ്റെ സക്സസ്ഫുൾ. ഇന്നും ഞാനത് വേറെ എവിടെയെങ്കിലും നമ്മൾ പറഞ്ഞത് ഗൂഗിൾ ചെയ്ത് നോക്കുമല്ലോ, ഇത് എവിടെയെങ്കിലും ഉണ്ടോ ഇങ്ങനെ അതിന് പറഞ്ഞിട്ടുണ്ടോ. അതൊരു വളരെ രസകരമായിട്ട് കാര്യമായിട്ട് എനിക്ക് തോന്നി. അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ നമുക്ക് കൈപ്പറി സാധനം കുറച്ചുകൂടി ഇങ്ങനെ കുറുക്കി തരുന്ന പോലെയായിരുന്നു ലേബറിന്റെ ഉണ്ടായിരുന്നത്. അതും ഒരു ഇതിൽ തന്നെ എല്ലാ ഭാഗങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ഒരു നമ്മുടെ പണ്ടൊരു വീഗേഡ് ആയിരുന്നു, വീഗേഡിൽ നിന്ന് നമ്മൾ ജമ്പ് ചെയ്തത് ലേബറിന്റെയിലേക്കായിരുന്നു. ഈ നാട്ടിൽ നമ്മുടെ എന്താ പറയുക, മാധ്യമം പ്രസൻസ് അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ്, ഈ വൈറൽ കോണ്ടന്റ് ആവുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക 2 ദിവസം 3 ദിവസം കൊണ്ട് അത് ഇല്ലാണ്ടാവും. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾക്കൊരു ബിയോണ്ട് ലൈക്സ് ആൻഡ് വ്യൂസ് ഈ ഓതൻറ്റിസിറ്റി നിങ്ങൾ രണ്ടുപേരും സൂക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. നിങ്ങളുടെ ഒരു സമാനത നോക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് ഓതൻറ്റിസിറ്റി കംസ് ഇൻ ഫ്രം എക്സ്പീരിയൻസ് അതുകൊണ്ട്. പക്ഷെ എന്നാലും ഈ കണ്ടന്റുകൾ വൈറലാകുമ്പോൾ അതിൽ നിന്നുമുള്ള ഹൗ ഡു യു മെയിൻറ്റെയിൻ ദാറ്റ്? വൈറലാവുന്ന കോണ്ടന്റ് അല്ല, എന്തായാലും ഈ വ്യൂസും ഇതും അല്ലാതെ തന്നെ നിങ്ങളുടെയുള്ള എല്ലാ ചിന്തകളും അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ്സും മനസ്സിലെത്തിക്കാൻ നിങ്ങൾ ചെയ്യുന്ന ചില പ്രക്രിയയോ പ്രോസസ്സോ ഉണ്ടോ? ആദ്യം ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒന്ന് സന്തോഷം നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇല്ല, കാരണം ഒരു ഇതിൽ പറയുന്നതല്ല, വേറെ ഒരു ലെവലിലാണ് സന്തോഷം നിൽക്കുന്നത്. അതായത് എന്റെ വീട്ടില് എന്റെ വീഡിയോസ് കാണുന്നതിനൊക്കെ കൂടുതൽ എന്റെ ചേട്ടന്മാര് കാണുന്നത് സന്തോഷന്റെ വീഡിയോസ് ആണ്. അതുപോലെ നമ്മൾ റെസ്പെക്ട് ഫാക്ടർ നോക്കുമ്പോൾ ഇപ്പൊ ഞാനിങ്ങനെ വായിച്ച എന്റെ ചില അനുഭവങ്ങളിൽ നിന്ന് പറയുന്ന പോലെ നമ്മളിപ്പോ സംസാരിക്കുന്ന ഇന്നത്തെ നമ്മുടെ ഇന്റർവ്യൂവിന് എടുക്കുകയാണെങ്കിലും അദ്ദേഹം സംസാരിക്കുന്നതിൽ ഒരുപാട് പേരുകൾ, സ്ഥലങ്ങൾ, കാഴ്ചകൾ അതിൽ നിന്ന് വരുന്ന ഫാക്ടറികളാണ്. എന്റെ കുറെ ഞാൻ വായിച്ച് കണ്ടെത്തി ഇതൊക്കെ ആയിരിക്കും എന്നുള്ളൊരു എനിക്കിതാണ് തോന്നുന്നുള്ള സാധനങ്ങൾ കൂടിയാണ് പറയാനുള്ളത്. അല്ല, അതിന്റെ വ്യത്യാസം എന്താ അറിയോ? ഇപ്പൊ ഞാൻ ഈ 148 രാജ്യത്ത് പോയിട്ടുള്ള കാര്യം പറയുന്നത്, അത്രയൊന്നും പോകാതെ ഇദ്ദേഹം ഇത് പറയുന്നുണ്ടെന്നുള്ളതാണല്ലോ അതിന്റെ അകത്തെ വ്യത്യാസം. ഞാൻ പറഞ്ഞേ അപ്പൊ ആ ഒരു വീക്ഷണത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ എനിക്ക് കുറച്ചുകൂടെ കഥാപാത്രങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും പറയാൻ, ഉദാഹരണങ്ങളായിട്ട് പറയാൻ, അത്രേ ഉള്ളൂ വ്യത്യാസം. അത് ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അത്ര യാത്ര ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലാത്തതുകൊണ്ട് ജോസഫ് ചെയ്യുന്നില്ല എന്നുള്ളതുള്ളൂ. എന്തായിരുന്നു വൈറൽ കോണ്ടന്റ്? ഓക്കെ, ഈ വൈറൽ കണ്ടന്റിനെ കുറിച്ചോ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ചോ ഞാൻ ബോധയുടെയല്ല. ഞാൻ എന്താണോ, ഞാൻ എന്ത് ചിന്തിക്കുന്നോ, എൻ്റെ സത്യസന്ധമായ നിരീക്ഷണങ്ങൾ പറയുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അത് സത്യസന്ധമാണ്. കാരണം എനിക്കതല്ലാതെ ഫാബ്രിക്കേറ്റ് ചെയ്തൊരു സാധനം പറയാൻ പറ്റില്ല. അതാണ് പ്രശ്നം. കാരണം ഇപ്പോൾ ഒരു ചോദ്യം എനിക്ക് ഇന്നലെ എഴുതി തന്നിട്ട് ഇന്ന് വരികയാണെങ്കിൽ ഞാൻ ഫാബ്രിക്കേറ്റ് ചെയ്യും. ഞാനിതെല്ലാം പറയുന്നത് സ്പോണ്ടേനിയസ് ആയിട്ടാണ്. ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കുന്നു, അല്ലെങ്കിൽ അതിന് ഞാൻ ഉത്തരം പറയുന്നു. അതല്ലെങ്കിൽ എൻ്റെ പരിപാടികളിൽ, എൻ്റെ സഞ്ചാരിയുടെ കുറിപ്പാവട്ടെ, ഇതിലൊക്കെ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഓർമ്മയിൽ വരുന്നോ അത് പറയും. പക്ഷെ ഞാൻ ആ സംഭവങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ യാത്രയായതുകൊണ്ട് പലതും എഴുതി വെച്ചിട്ടുണ്ടാവും. ഞാനൊരു സ്ക്രിപ്റ്റ് പോലെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ സ്ക്രിപ്റ്റിന് അനുബന്ധമായിട്ട് വരേണ്ട ആഡ് ഓൺസ് ഉണ്ടല്ലോ, അതൊക്കെ എന്റെ മനസ്സിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ഈ മനസ്സിൽ നിന്ന് വരുന്ന യഥാർത്ഥത്തിലുള്ള നിങ്ങളെയാണ് നിങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നത് ആ ക്രെഡിബിലിറ്റി നിലനിർത്താൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും. പണ്ടത്തെ പരസ്യം ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി എന്ന് പറയുന്നു. അതായത് ഇപ്പോഴാണെങ്കിലും എനിക്കൊരു ചാനൽ ഉണ്ട്, 8 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ 4-5 മാസം കഴിഞ്ഞ ദിവസമാണ് ഒരു വീഡിയോ ചെയ്തത്, റെഗുലർ ആയിട്ട്. അത് എന്തിനുള്ളിൽ ആക്ച്വലി ഇന്റർവ്യൂല് പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്റെ ചേട്ടൻ പറഞ്ഞതാണ്, ഒരുപാട് വ്യൂസ് ഉണ്ടെങ്കിൽ ഞാനൊന്ന് സംശയിക്കും അത്രേ, ഇതിലെന്തോ പ്രശ്നമുണ്ട് ഇത് എന്റെ ചേട്ടൻ പറഞ്ഞു കേട്ടതാണ്. സന്തോഷം പറഞ്ഞു എന്ന് പറഞ്ഞു, ഒത്തിരി വ്യൂസിന് ഇത് എന്തോ ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ആള് കാണേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ എക്സാക്ട്ലി സഞ്ചാരത്തിന്റെ ചില എപ്പിസോഡുകൾ വളരെ കൂടുതൽ പോയാൽ എനിക്ക് ഒരു കാര്യം ഉറപ്പാ, ഞാൻ ഡൈലൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കൂടുതൽ വ്യൂസ് ഉണ്ടായി എന്നതിന്റെ അർത്ഥം നിങ്ങൾ തറയായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഈ എപ്പിസോഡ് തന്നെ നോക്കിക്കൊള്ളുക. ഒരു സംശയമില്ല.
നിങ്ങളൊരു വേൾഡ് ക്ലാസ് മൂവി എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യൂ, ഒപ്പം ഇവിടുത്തെ ഒരു പൈങ്കിളി സീരിയലും എടുത്ത് അപ്ലോഡ് ചെയ്യൂ. അതിനെ ഉള്ളൂ. പല സീരിയലും നോക്കൂ. അതായത് ഇന്ന് മലയാള ടെലിവിഷൻ ചാനലുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പരിപാടികൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിനകത്ത് ഏതിനാണ് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ്? നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയേ. ചില ചാനലുകളിൽ ഓടുന്ന ചില മൂന്നാംകട സീരിയലുകൾക്ക് 25, 30, 40 ലക്ഷം വ്യൂസാണ് ഓരോ എപ്പിസോഡിനും. അതിൻ്റെ അർത്ഥം എന്താ? അതാണ് നമ്മളെ സംശയിപ്പിക്കുന്നത്. നമ്മുടേതിന് ഒരു 10 ലക്ഷത്തിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ വ്യൂവർഷിപ്പ് ഉണ്ടായാൽ ദൈവമേ ഞാൻ തറയായി എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ചിലതിലിപ്പോ ഹ്യൂമർ ഉള്ളത്, ഓർഗാനിക് ഹ്യൂമർ ഉള്ളത് 10 മില്യൺ ഒക്കെ അടിച്ചു പോകാൻ. ഞാൻ കുറെ കാലം കൂടി ഇന്നലെ ഒരു വീഡിയോ വെറുതെ ഇട്ടതാണ്. എന്റെ ചാനലിൽ പൊതുവെ ഈ ടൈപ്പ് സാധനങ്ങളൊക്കെയാണ്. ഒരു കാർ വാങ്ങിച്ചത് അൺവെയിൽ ചെയ്യുന്ന വീഡിയോ ആയിരുന്നു. ഒരു ജീപ്പ് കോമ്പസ് എടുത്തായിരുന്നു. 3-4 മാസമായി. പക്ഷെ ഞാൻ അതിന്റെ വീഡിയോ സ്ലോ മോഷനിൽ വരുന്ന പരിപാടി ഒന്നും എടുത്തില്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം എന്റെ കൂട്ടുകാരനെ വീഡിയോ അയച്ചു തന്നപ്പോൾ അതിനകത്തൊരു ഹ്യൂമർ ഉണ്ടായിരുന്നു. അതായത് ഇത് നമ്മളോട് പറഞ്ഞു, അപ്പനുണ്ട് എന്റെ ഒപ്പം വാങ്ങിക്കാൻ, രണ്ടറ്റത്ത് നിർത്തിയാണ് ഈ തുണി ഇങ്ങനെയൊന്ന് വലിക്കുമ്പോൾ മാര് വലിക്കുമല്ലോ, ആക്ഷൻ വലിച്ചോളാൻ പറഞ്ഞു. ഞാൻ വലിച്ചു നോക്കുമ്പോൾ അപ്പനത് മൊത്തം വലിച്ച് പുറകോട്ട് പോയി. അപ്പൊ നമ്മൾ പുറകിലൊരു പയ്യൻ എന്തായിട്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ എനിക്കതൊരു കൗതുകം വന്നിട്ട് ഞാൻ അതിനകത്ത് ഇന്നസെന്റിന്റെ വീഡിയോ അരി പറക്കല്ലേ വേണ്ടു എന്ന് പറഞ്ഞിട്ട് ഓഡിയോ മിക്സ് ചെയ്ത് ഞാൻ ഇട്ടു. ലൈഫിൽ ആദ്യമായിട്ടാണ് 24 hours 3 മില്യൺ വ്യൂസ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ ഈ 3 മില്യൺ വ്യൂസ് എനിക്ക് കിട്ടുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ചെലപ്പാണ്, എങ്കിലും അതിൽ ആ ഹ്യൂമർ ഉണ്ട്. അതിനകത്തൊരു പക്ഷേ വേറെ ചില കാര്യങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ കിട്ടുമ്പോൾ അത് കുറച്ച് ഇമോഷണൽ ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് കയറിയതാണോ? ഈ വ്യൂസിന് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നതും ഇപ്പോ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ കണ്ടൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതിലൊരു ത്രില്ലായിരിക്കും പക്ഷെ അദ്ദേഹത്തെ ഗൈഡ് ചെയ്യുന്നത്. ഒരു യാത്ര കണ്ട് ഇപ്പൊ ഉസ്ബെക്കിസ്ഥാനിലെ മനുഷ്യൻ ഇത് ചോദിക്കുന്ന ചോദ്യം, ഇത് നമ്മൾ എത്ര പേർക്ക് ഈ കഥ പറയാൻ പറ്റും? അതപ്പോ ഓഫ് കോഴ്സ് ഇത് പറയുന്നത് സന്തോഷം അറിയാം, ഇത് വേറെ ആർക്കും പറയാൻ പറ്റുന്നുണ്ടാവില്ല. ആസ് ഓഫ് ഇവിടെ കേരളത്തില് ഇപ്പൊ എന്റെ കാര്യത്തിൽ ഞാൻ അന്വേഷിച്ചു പോകുന്ന ചില സ്പെസിഫിക് ബുക്കുകൾ ഞാൻ തേടി പിടിച്ച് പോകാറുണ്ട്. ചിലപ്പോ ബെസ്റ്റ് സെല്ലേഴ്സ് ആയിരിക്കില്ല അത്. അതിൽ കണ്ടൊരു സാധനം വാവ് ഇത് എവിടെയും പറയണമെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ പറയുക. പക്ഷെ അതിനൊരു ഇപ്പൊ നാട്ടിൽ പല വലിയ ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ പൊതുവെ എന്നോട് ചേട്ടനോട് ചോദിക്കേണ്ടായിരിക്കും, ചേട്ടൻ എന്താ പ്രതികരിക്കാത്തത്, എന്താ വീഡിയോ ചെയ്യാത്തത്? ഇപ്പൊ സ്വിഗ്ഗിയുടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടി അത് പിന്നീട് അത് വ്യാജമാണെന്ന് ആ കേസ് തെളിയുകയും അത് രണ്ടുപേരും വഴിക്ക് പോവുകയും ചെയ്തു. ആ കുട്ടി വൈറലായി. അവർക്ക് 125K ഫോളോവേഴ്സ് പിന്നീടായി. അന്ന് എത്ര പേരാണ് നിങ്ങളെപ്പോലുള്ളവരല്ലേ ഇതിനകത്ത് ഓഫ് കോഴ്സ് പ്രതികരിച്ച് എനിക്ക് 1 മില്യൺ അന്ന് ഉറപ്പാണ്, എനിക്ക് പൈസ ഉറപ്പാണ്. പക്ഷെ നമ്മളതാണോ ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യം മോറലി ഉള്ളിലുണ്ട്. പിന്നെ നമ്മള് വാല്യൂസിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് ഞാനിവിടെ വരുത്തിയത്, എഴുതിയതും. അപ്പോ ദർ ഇസ് എ ബിഗ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഈ പറയുന്നോണ്ട് പറഞ്ഞ അടുത്ത കാലത്ത് കേരളത്തിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് കൊണ്ടുമ്പോൾ നമുക്ക് ഏറ്റവും പ്രൗഡായിട്ട് തോന്നും, ചിലത് കേൾക്കുമ്പോൾ ചിലന്ന് ചിരിച്ചു തള്ളാൻ തോന്നും. അങ്ങനെ 2 ഇൻസിഡൻസ് ഉണ്ടോ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് നടന്ന് മനസ്സിൽ ചിരിച്ചു തള്ളാനായിട്ടും? പിന്നെ എല്ലാ ദിവസവും അതല്ലേ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഭയപ്പെടുത്തുന്ന ഒരു ശരിയാണെന്നാണ് ഇപ്പൊ സംഭവിക്കുന്നത്. എപ്പോഴും പ്രൗഡ് ആയിട്ടുണ്ടോ ഈ അടുത്ത കാലത്ത് കേരളം ചെയ്ത ഒരു കാര്യത്തിൽ? എനിക്ക് രഞ്ജി ട്രോഫി ഫൈനലിൽ എത്തിയപ്പോ അത് കേരളം എന്ന് പറയുന്ന ഒരു സ്പോർട്സ് എന്ന രീതിയിൽ നമ്മൾ ഒരിക്കൽ പോലും എത്താൻ സാധ്യമില്ലാത്തൊരു കരുതിയാത്തൊരു സ്ഥലത്ത് നമ്മുടെ കേരളം ഫൈനലിൽ എത്തിയത് ഭയങ്കര ഒരു വലിയൊരു മാസീവ് അച്ചീവ്മെന്റ് ആയിട്ട് തോന്നിയായിരുന്നു. ഒരു സ്പോർട്സ് പേഴ്സൺ ആയതുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. അല്ലെ, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. എല്ലാ ദിവസവും നമുക്ക് കേരളത്തെ കുറിച്ച് അഭിമാനം തോന്നുന്ന കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, സംശയമൊന്നുമില്ലല്ലോ. മനുഷ്യർ ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ട്, രാഷ്ട്രീയത്തിൽ തന്നെ ചില നല്ല ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. പക്ഷെ പുറത്തേക്ക് വരുന്നതും മീഡിയയ്ക്ക് ആഘോഷിക്കാനും നമുക്ക് കേൾക്കാനും ഇഷ്ടമുള്ളത് ഇവരെന്തെങ്കിലും മണ്ടത്തരം കാണിക്കുന്നതാണല്ലോ. അല്ലെ, രാഷ്ട്രീയക്കാരൻ ഒരു മണ്ടത്തരം പറഞ്ഞു എന്നുള്ളതാണ് പ്രധാന വാർത്തയാവുന്നത്. അല്ലെങ്കിൽ ഒരു മറ്റേ 24 hours ഉണ്ട്. നോക്കുമ്പോ അങ്ങനെയല്ലേ, രാത്രി 7 മണിക്ക് ക്രൈം എന്ന് പറയുന്ന സീരീസ് എല്ലാത്തിനും ഇത് തന്നെയല്ലേ. ക്രൈം പെട്രോളൊക്കെ ഭയങ്കര ഹിറ്റാണ്. ഒരാളൊരാളെ ഉപദ്രവിക്കുന്ന കാണാൻ എന്തൊരു ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും അറിവ് നിങ്ങൾക്ക് തോന്നുന്നില്ലേ, ഒരുപാട് ന്യൂസ് ചാനൽസിന്റെ ഇൻസ്റ്റാ പേജസിൽ ഈ CCTVയുടെ ദൃശ്യങ്ങളുടെ ഒരു അത് ഭയങ്കര മെന്റലി നമ്മൾ അപ്സെറ്റ് ആകുന്ന ഇതൊന്നും ഒരു പുതിയ ജനതയാണ്. ഈ CCTV ജനറേഷൻ ആയിട്ട് മാറി നമ്മുടെ എന്താ പറയുക, ന്യൂസ് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു സോഷ്യൽ മീഡിയ മാധ്യമം തന്നെ അതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനത്തെ വിഷ്വൽസ് എഫക്ട് ആവാറുണ്ടോ? ഇങ്ങനത്തെ വിഷ്വൽസ് യു കീപ് എന്നും എവറി ഡേ ടേൺസ് ഔട്ട് ചെയ്യും, അങ്ങനെ വരാറില്ല. ഇതിന്റെ കാര്യം നമ്മളാണല്ലോ തീരുമാനിക്കുന്നത്, കാണണോ വേണ്ടത്. അല്ല, ചിലപ്പോൾ നമ്മുടെ കൺമുമ്പിൽ പോസ്റ്റുകൾ എന്ന് പറഞ്ഞിപ്പോ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ നിൽക്കുകയാണെങ്കിൽ കുറെ സജഷൻസ് വരും. ചിലപ്പോ നമുക്ക് തോന്നുന്നത് ഇപ്പോ 100 വാർത്തകൾ ഒറ്റനോട്ടത്തിൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതിപ്പോ ഉണ്ടോ? എല്ലാ ചാനലിലും അതുണ്ട്. ഇപ്പോഴും പറയുന്ന മെമ്മറിക്ക് വർക്കിംഗ് മെമ്മറി, ലോങ് ടൈം മെമ്മറി എന്ന് പറയാം. ഈ വർക്കിംഗ് മെമ്മറിയിൽ നിന്നൊരു സാധനം ലോങ് ടൈം മെമ്മറിയിലോട്ട് കയറണമെങ്കിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചൊരു വാർത്ത സ്ലോലി കണ്ട്
മനസ്സിലാക്കുന്ന ആ വാർത്തയുടെ ഒരു ഭാഗം നമ്മുടെ ഇതിങ്ങനെ പറഞ്ഞു പോവാ അല്ലെ. പിന്നെ ബ്രേക്കിംഗ് ന്യൂസ് പണ്ട് വല്ലപ്പോഴും ഉണ്ടായിരുന്നുള്ളൂ, എല്ലാ ഇന്നിപ്പോ മണിക്കൂറും എല്ലാം ബ്രേക്കിംഗ് ന്യൂസ് ആണ്. അപ്പൊ ഒരു ക്രെഡിബിലിറ്റി ഫാക്ടറും പിന്നെ ഇൻസ്റ്റാ പേജുകൾ ഈ മാധ്യമങ്ങളുടെ പോലും ജ്യൂസ് വേണ്ടെന്ന് നടി പകരം ഷെയ്ക്ക് കുടിച്ചോളാൻ എന്നൊക്കെ പറയുന്ന വാർത്ത. റീസെന്റ് കേരള മീഡിയ അക്കാഡമിയുടെ ഒരു ലഹരി ക്യാമ്പയിന് പോയായിരുന്നു. അതിനകത്തൊരു ഇൻസിഡന്റ് പറയുന്നത് എന്റെ കൂട്ടുകാരിയെ അയാളുടെ ഹസ്ബൻഡ് തല്ലിയായിരുന്നു. തല്ലുന്ന സമയത്ത് ഇവിടെ ചോദ്യം ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത് ഞാൻ എന്റെ അപ്പൻ എന്റെ അമ്മയെ തല്ലുന്നൊക്കെ കണ്ട് വളർന്ന ഒരാളാണ് ഞാൻ, ഇത് സാധാരണമാണെന്ന് പറഞ്ഞൊരു കോണ്ടന്റ് പറഞ്ഞിരുന്നു. വീഡിയോ വന്നത് ഞാൻ എൻ്റെ അപ്പൻ അമ്മയെ തല്ലുന്നത് കണ്ടാണ് വളർന്നത്, എൻ്റെ ഫോട്ടോ വന്നു. അപ്പോ ഇത് പ്രായമായ ആളുകൾക്ക് ഇതിന്റെ എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ചിലപ്പോൾ അപ്പൻ അയച്ചു കൊടുത്തത് എന്താ മാഷ് ഇങ്ങനെ പറഞ്ഞിരുന്നു. ഞാൻ നേരിട്ട് ഇവരെ ഇൻസ്റ്റാഗ്രാമിൽ പോയി മെസ്സേജ് അവരോട് അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത്, വ്യൂസിന് വേണ്ടിയിട്ടാണെങ്കിലും ഭയങ്കര അർത്ഥം മാറി. അവര് ഇതായിട്ട് പറഞ്ഞു ചേട്ടാ സോറി പറഞ്ഞതിൽ അർത്ഥമില്ല, ക്ഷമിക്കണം, ഞങ്ങൾ മാറ്റിക്കോളാൻ പറഞ്ഞ തന്നീര് മാറ്റി. പക്ഷെ അതിന്റെ ഗ്രാവിറ്റി ഒന്ന് ആലോചിച്ചു, എന്റെ ഫോട്ടോയും ഈ സ്റ്റേറ്റ്മെന്റും. അല്ല ഇതിനകത്ത് രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്തിരി സാഡിസം ഉണ്ട് ഇതിനകത്ത്. വ്യൂവർഷിപ്പ് കിട്ടുക മാത്രമല്ല ഒരിച്ചിരി ഒന്ന് ഇരുന്നോട്ടെ എന്നുള്ളതുകൊണ്ട്. അപ്പം അത് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു വൈകൃതമാണ്. ശരിക്കും പറഞ്ഞാൽ ലഹരി എല്ലായിടത്തും പിടിമുറുക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഈ അധമ മാധ്യമ പ്രവർത്തനം ഉണ്ടല്ലോ, അത് കുറേയേറെ കൂടുന്നുണ്ട്. അത് കുറച്ചുകൂടി ഒന്ന് കൺട്രോൾഡ് ആവണം. ആളുകൾക്ക് ഇഷ്ടം അത്. നാട്ടില് ഈ ഒരു പ്രമാണിയുടെ മുമ്പിൽ കള്ളു കുടിച്ചിട്ടും മുണ്ടും മടക്കി കുത്തി ദൂരത്തും തെറി പറഞ്ഞാൽ അത് കാണാൻ നാട്ടുകാർ കൂടുമല്ലോ. ആ ഒരു സ്ഥാനത്തായി എന്നെ വെച്ചേക്കുന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം. സത്യം. അതെ, ഞാൻ ഇതിനു മുമ്പ് ചോദിച്ചേ, അതായത് നമ്മൾ രണ്ടുപേരും ഇദ്ദേഹത്തിന് ഒരു വ്യത്യാസം, ഇദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ വിവാഹം എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് കല്യാണം കഴിപ്പിക്കും കുറെ പിന്നാലെ നടക്കുന്നുണ്ട്. നിങ്ങൾ കുറെ നാളായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നില്ല, അങ്ങനെയാണ് ഇയാൾ കല്യാണം വേണ്ടത്. എന്നോട് ചോദിക്കരുത്, ഞാൻ ചോദിക്കാന്ന് വിചാരിച്ചാ. എന്താണ് കല്യാണം കഴിക്കാത്ത? എന്താ ആൾക്കാർ ഒരുപാട് പേര് നിങ്ങളെ കല്യാണം കഴിപ്പിക്കാൻ പിന്നാലെ നടക്കുന്നുണ്ട്? അതിന്റെ കാര്യം ഇച്ചിരി മുമ്പ് പറഞ്ഞ കാര്യം പറ്റാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടില്ലേ? ഒന്ന് വളരെ ഫസ്റ്റ് വളരെ പ്ലെയിൻ ആയിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ചേച്ചി മുമ്പിലിരിക്കുന്ന ഈ മൊമെന്റ് ഞാൻ വളരെ ഹാപ്പി ഉള്ള ഒരു മനുഷ്യനാണ്. ഇപ്പൊ അപ്പനും അമ്മയും കൂടെ ഉണ്ട്, ചേട്ടന്മാർ ഓരോ സ്ഥലത്തുണ്ട്, എനിക്ക് ചെയ്യാൻ ഒരു ജോലിയുണ്ട്, ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇങ്ങനെ എന്റേതായ ചെയ്തായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ബട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്നപ്പോൾ പൊതുവെ ഗേറ്റ് ചിലപ്പോൾ ഹോൺ അടിക്കുമ്പോൾ അമ്മയും അപ്പനും വന്ന് ഗേറ്റ് തുറക്കുന്ന ഒരു ഇതുണ്ട്, അത് കയറുന്നു. ചിലപ്പോൾ അന്ന് ടോക്ക് കഴിഞ്ഞ് കിട്ടിയൊരു പൈസ ചിലപ്പോൾ അമ്മ ഇന്ന് കിട്ടിയതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൊടുക്കുന്നു. ഒരു ദിവസം ഞാൻ വൈകിട്ട് ഇങ്ങനെ വന്ന് ഹോൺ അടിക്കുമ്പോൾ ഇല്ല, ആരും ഉറക്കമില്ല. എന്ത് കുറെ രണ്ടുപേരും ഹോൺ അടിക്കുന്നു. എനിക്കൊരു മൊബൈൽ നോക്കുമ്പോൾ അമ്മയുടെ മെസ്സേജ് വന്നിട്ട് അവര് പള്ളിയിൽ എന്തോ പോയേക്കാണ് രണ്ടുപേരും കൂട്ടുകാർച്ചക്ക്. നീ നേരത്തെ വരാണെങ്കിൽ തുറന്നു കയറിക്കോ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോരെന്ന് പറയാണ്. ഞാൻ അന്ന് ഇറങ്ങി ഗേറ്റ് തുറന്ന് ഞാൻ എൻ്റെ വീടിന്റെ വാതിലിന് തുറന്ന് ഞാൻ കയറുന്നു. ഇറ്റ്സ് ഓൾ എംപ്റ്റി. അന്നൊരു നമുക്കൊരു ശൂന്യം നമ്മൾ വിഴുങ്ങുന്ന ഒരു മൊമെന്റ് എനിക്ക് ഉണ്ടായിരുന്നു. നമുക്കത് പറയാനോ ഞാൻ ഈ ടോക്ക് കൊടുക്കും അല്ലെങ്കിൽ ഇപ്പൊ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ പോലും ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ പോയിട്ട് പറയാൻ ഇന്നിങ്ങനെയാണ് സന്തോഷം എങ്ങനെ പറഞ്ഞു, ചോദ്യങ്ങൾ ഇതൊക്കെയായിരുന്നു, കുറച്ചു നേരം എടുത്തു. ഇത് പറയാൻ വിത്തൗട്ട് ഷെയറിങ്. ഇൻ ടു ദ വൈൽഡ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതിന്റെ സെൻട്രൽ ലൈൻ പോലും ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ഷെയറിംഗ് ആണ്. അപ്പൊ അതിന് വേണ്ടെന്നുള്ളതാണ് ചോദ്യം. അപ്പോ അതിനകത്തേക്കാണ് എത്താൻ പോകുന്നത്, എന്നെ കെട്ടിക്കാൻ തന്നെയായിട്ട്. അപ്പോ നമ്മളിപ്പോ സ്ഥലത്ത് കിട്ടിട്ടുണ്ട്. ടാഗ്ലൈനൊന്നുമില്ല, അത് എന്ത് ടാഗ്ലൈൻ. അപ്പോ ഇപ്പൊ ഓഫ് കോഴ്സ് ഇപ്പൊ ഒരു കോൺഷ്യസ്ലി സെർച്ചിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ശരിക്കും നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ പിടിച്ചിരുത്തി ഇതിനു വേണ്ടി കൊണ്ടുവന്നല്ലേ? ഞാൻ പറ്റുന്ന സന്തോഷം എടുത്ത് പറയുന്നത് ഇതൊരു മാട്രിമോണി പരിപാടിയല്ലേ ശരിക്കും പറഞ്ഞാൽ? 2025 ചിലപ്പോൾ കിട്ടിയിരിക്കും. 25 അതെ, അതിനിപ്പോ ഉണ്ടല്ലോ, സമയമുണ്ടല്ലോ. കിട്ടാൻ ആദ്യം നേരം വേണ്ടല്ലോ. പെട്ടെന്ന് കിട്ടാൻ അതെ, കിട്ടാനുള്ള ഒരു രാജ്യത്ത് പോകുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്നൊരു സാധനം എന്താ? ഞാൻ വിചാരിച്ചു ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിക്കുമ്പോൾ കൊടികൾ, ഫ്ലാഗ്സ് മനസ്സിൽ വന്ന് കയറുന്നു. അതാണോ? എങ്ങനെയാ? വാട്ട് ഈസ് ദാറ്റ് ഗെറ്റ്സ് യുവർ മൈൻഡ് ഫസ്റ്റ്? മനുഷ്യരാണ്. എന്നാലും എനിക്കൊരു ഇൻട്രസ്റ്റ് കൊടികളോടുണ്ട്. ഈ ഭൂമിശാസ്ത്രമൊക്കെ സിമിലറായി എത്രയോ നാടുകളുണ്ട്. ഇപ്പൊ നിങ്ങൾ റഷ്യയിൽ കൂടെ പോയാലും ചൈനയുടെ ചില ഭാഗത്തൂടെ പോയാലും യൂറോപ്പിന്റെ കിഴക്കൻ യൂറോപ്പിൽ കൂടെ പോയാലും എല്ലാം സിമിലർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാലാവസ്ഥ, സ്മെല്ല് പോലും. പക്ഷെ മനുഷ്യരാണല്ലോ ഇതിൽ വ്യത്യാസം വരുത്തുന്നത്. അതെ,
ഇപ്പൊ കേരളത്തിലെ മനുഷ്യരെ എല്ലാം മാറ്റി വേറൊരു കൂട്ടരെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം അല്ലാതായി. ഈ മനുഷ്യരുടെ ഉണ്ടാവുകയും രാജ്യമാവുന്നത്. അപ്പോഴാണ് മലയാളം അല്ലെ കേരളം എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത്. പണ്ട് നമുക്ക് എൻ്റെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ഞാനൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ മിക്കവാറും എനിക്ക് നമ്മുടെ നാട്ടിലൊരാളെ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മുടെ ഇവിടുത്തെ ഒരു ജനാർദ്ദനം പിള്ളയോ ഒരു മുഹമ്മദിനെയോ? അതിപ്പോ ഉണ്ട് അവിടെ. ഉണ്ട്. നമ്മളിപ്പോ എല്ലാ സ്ഥലത്തും ഉണ്ട് ഈ പിള്ളമാരെ അല്ലേ? ഡൽഹി ചെന്ന ഒരു നായർ സാർ ഉണ്ടാവും. സിംഗപ്പൂരും മലേഷ്യയിലും ഒക്കെ ഒരു നൂറ്റാണ്ട് മുമ്പെങ്കിലും തന്നെ ഒരു നായർ സാർ ഉണ്ടായിരുന്നു. എൻ പിള്ളയുടെ ആത്മകഥയ്ക്കകത്തൊക്കെ അത് പറയുന്നില്ലേ, എത്രയോ നായന്മാരെ അന്ന് മലേഷ്യയിലും സിംഗപ്പൂരിന്റെ ആ ഭാഗത്തും ഒക്കെ ഉണ്ട്. ഇതുപോലെ എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ഞാൻ മംഗോളിയയിൽ ഒരിക്കൽ പോയപ്പോ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അവിടെ ഒരു വിദൂരമായ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ വഴിയരികിൽ ഒരു ചെറിയ ഈ എന്താണ് ഇവരുടെ ഈ സോസേജ് എന്ന് പറയാൻ നമ്മൾ ഈ കാണുന്നതല്ല, കുതിരയുടെ എന്താണ് ഈ കുടലിനകത്ത് ഇത് നിറച്ചിട്ട് തരുന്ന സാധനം. കുടലെന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് നല്ല ഗംഭീര സാധനമാണ്. അപ്പൊ അതൊക്കെ വിൽക്കുന്ന നല്ല സാധനങ്ങൾ. പിന്നെ ആ കൂടെ വിൽക്കുന്ന സാധനം എന്ന് പറയുന്നത് കുതിരപ്പാല് പുളിപ്പിച്ച് കഴിയുമ്പോൾ ഫെർമെന്റ് ചെയ്തിട്ട് ഒരു തരം കള്ളാവും. തനി നാടൻ കള്ളിന്റെ രുചിയൊക്കെയാ. അപ്പം ഇത് വിൽക്കുന്ന കടകളുണ്ട് അവിടെ. അപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് ഇത്തരം സ്ഥലങ്ങളിൽ ഇറങ്ങുകയും ആ കാഴ്ചകൾ എടുക്കുകയും വേണം. പിന്നെ ഇതൊന്ന് രുചിച്ചു നോക്കണം. അതിനുവേണ്ടി വണ്ടി നിർത്തി ഇറങ്ങി അവിടെ നിന്ന് കിട്ടുമ്പോൾ വേറൊരു കക്ഷി ഇവിടെ ഇരുന്നിട്ട് ഈ കള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞു, സാറെന്താ ഇവിടെ? അപ്പൊ പുള്ളി ഒരു 4-5 മാസമായിട്ട് അവിടെയാണ്. അപ്പൊ അയാള് പാലക്കാടുകാരനാട്ടാ. അപ്പൊ നമ്മൾ എവിടെ ചെന്നാലും മലയാളി ഉണ്ട്. അപ്പം എവിടെയും പ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അതിന്റെ എണ്ണം കൂടും. ഇപ്പൊ നമ്മൾ കാണുന്നത് കാനഡയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ മൈഗ്രേറ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് പോയെന്നായിരിക്കും, അല്ലെങ്കിൽ UK പോയെന്നായിരിക്കും ഇപ്പൊ കേൾക്കുന്നത്. പക്ഷെ നിങ്ങൾ കരുതുന്നുണ്ടോ അവൻ UK നിൽക്കുകയാണെന്ന്? അല്ല. UK അവൻ ജോലി ചെയ്യുന്ന കമ്പനി ചിലപ്പോൾ അവനെ അസൈൻ ചെയ്യുന്നത് ഐസ്ലാൻഡിന്റെ അങ്ങേറ്റത്തെ ഒരു ഐലൻഡിലേക്കായിരിക്കും, ഒരു വിദൂര റിമോട്ടായിട്ടുള്ള ഒരു ഐലൻഡിലേക്കായിരിക്കും അവന്റെ ജോലി അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ സൈബീരിയയുടെ അങ്ങേറ്റത്തുള്ള ഒരു പട്ടണത്തിലേക്കായിരിക്കും, അവിടുത്തെ ഒരു റഡാർ സ്റ്റേഷനിലെ ടെക്നീഷ്യനായിട്ടായിരിക്കും അവനെ വിടുന്നത്. അല്ലെങ്കിൽ ഒരു ആർമിക്ക് വേണ്ടി എന്തെങ്കിലും സപ്ലൈ ചെയ്യുന്ന ഒരു ടീമായിട്ട് വേറൊരു നോർത്ത് പോളിൽ ഒരു ഭാഗത്തായിരിക്കും ജോലി ചെയ്യുന്നത്. അന്റാർട്ടിക്കയിൽ മലയാളികളുണ്ട്. അപ്പം ഇത് ഭൂമി മുഴുവൻ മലയാളികളെ കൊണ്ട് നിറയും. അടുത്ത ഒരു 25 കൊല്ലത്തിനകം മലയാളി ഇല്ലാത്ത ഒരു ഭൂമി ഉണ്ടാവില്ല, കേരളം ഒഴികെ. ഞാൻ ഇതിനോട് ചേർത്തൊരു ചോദിച്ചു, ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോ ഒരു രാജ്യത്തെ സിസ്റ്റമാണോ ആ ആളുകളുടെ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേരളത്തിലെ ഇപ്പോൾ നമ്മൾ മേക്ക് ഷിഫ്റ്റ് എടുത്താൽ തരുക, മലയാളികൾ മുഴുവൻ അമേരിക്കയിലേക്ക് പോകുന്നു, അമേരിക്കക്കാർ മുഴുവൻ ഇവിടെ വരുന്നു. ഏകദേശം ഒരു കൊല്ലത്തിനുള്ളിൽ അവർ സിഗ്നലുകൾ തെറ്റിക്കാനും റോഡിൽ തുപ്പാനും സാധ്യതയുണ്ടോ? ഈ അവിടെ ആയിരിക്കും, അതായത് നമ്മൾ യുവർ ആസ് ഗുഡ് ആസ് യുവർ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിനകത്തെ ഏറ്റവും പ്രധാന കാര്യം ആ നാട്ടിലെ നിയമങ്ങളും പ്രാക്ടീസുകളുമാണ്, നാട്ടുനടപ്പുകളുമാണ് ഈ സംവിധാനം ഉണ്ടാക്കുന്നത്. ഇപ്പം എൻ്റെ മലയാളികളെ ഇവിടെ നിന്ന് അങ്ങ് റീപ്ലേസ് ചെയ്തിട്ട് അമേരിക്കയിലുള്ള മുഴുവൻ അവിടുത്തുകാരെ ഇവിടേക്ക് കൊണ്ടുവന്നാൽ കേരളം അമേരിക്കയായി, ഒരു സംശയവും വേണ്ട. കാരണം അവരാണ് ആ സിസ്റ്റവും നിയമവും അവർ പഠിച്ചു വെച്ചിരിക്കുന്ന സിസ്റ്റം ഇവിടെ നടപ്പാക്കും. മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന പോയി അമേരിക്ക നടപ്പാക്കും. വേണമെങ്കിൽ അമേരിക്കക്കൊട്ടൊരു പണി കൊടുക്കാവുന്ന. അങ്ങനെ ഞാൻ കുറച്ച് ഒരു തീംസ് പറയാം, അതിനെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് പറയാം. ഓക്കെ, ആദ്യം നഷ്ടങ്ങളെ എങ്ങനെ കാണുന്നു? ലോസസ് ഇൻ ലൈഫ്. എന്നോടാണ് രണ്ടുപേർക്ക് കൊടുക്കാം. എനിക്ക് വന്ന നഷ്ടങ്ങളൊക്കെ കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ അതെല്ലാം ഉപകാരമായിരുന്നാണ് തോന്നിയിട്ടുള്ളത്. ഇതുവരെ മനുഷ്യരുടെ ലോസ് അല്ല, അല്ലാണ്ട് ലൈഫിലുണ്ടായ ചില പ്രൊഫഷണലായിരിക്കാം, ചിലപ്പോൾ ഒരു കാര്യം കിട്ടാതെ പോയതായിരിക്കാം. പക്ഷെ അത് നന്നായി എന്നാണ്. പക്ഷെ കുറച്ച് സമയം എടുത്തു, ബട്ട് എല്ലാം നല്ലതിനായിരുന്നു. നഷ്ടങ്ങളുണ്ടായ ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരാളാ ഇവിടെ ഇരിക്കുന്നതിൽ ഞാൻ അത്രയും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ നഷ്ടങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ, ജോസ് പറഞ്ഞ പോലെ തന്നെ, നമ്മളപ്പോൾ വേറൊരു സൊല്യൂഷന്, വേറൊരു വഴി കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും അതിനേക്കാൾ ബെറ്ററായ ഒരിടത്ത് പോയി ലാൻഡ് ചെയ്യുകയും ചെയ്യും. അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവും. ക്ഷമ അത് വളരെ കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ, പക്ഷെ തീരെ ഇല്ലാത്ത ആളുമാണ്. അതെ, നമ്മൾ ഈ ക്ഷമയെ കുറിച്ച് നിരന്തരം വീഡിയോ ചെയ്യുന്നുണ്ട്, ക്ഷമിക്കേണ്ട നിർത്തിയില്ല. രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഇദ്ദേഹം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ആളായിരിക്കും. ഞാൻ അങ്ങനെയല്ല. ഞാൻ അടിച്ച് പറിച്ച് നമ്മൾ ശരിയെന്ന് വിശ്വസിക്കുന്നതിനെതിരെ ആര് വന്നാലും അവനെ അടിച്ച് പരത്തി നിലത്തിട്ടിട്ട് അതിന്റെ മുകളിൽ കൂടെ റോഡ് റോളർ ഉരുട്ടുക എന്നുള്ളതാണ്. അവനവിടെ ഇട്ടാലും പോരാ, ഒതുക്കി കൊന്ന്
അവനെ പരത്തി. അതെ, അത് രക്ഷപ്പെടുത്തു. അങ്ങനെ വേണം ഇനി ജീവിക്കണമെങ്കിൽ. അതെ. ഈ നല്ല കുട്ടി ആവണ്ട. അല്ല നമ്മള് നല്ല കുട്ടിയാവില്ലെന്ന് അല്ല, നമ്മൾ നല്ല കുട്ടി അല്ലാത്തത് കൊണ്ടല്ല, അതെ. നമ്മുടെ കൺവിക്ഷൻസ് ഉണ്ട്. സത്യം. നമുക്ക് ഉറച്ച് ശരിയെന്ന് കൃത്യമായി ബോധ്യം വന്ന അനുഭവത്തിലൂടെ വന്ന ഒരു കാര്യത്തെ ആണ് ഞാൻ ഈ പറഞ്ഞ നേരിടുന്നത്. സത്യം. അല്ലാതെ എന്റെ കാട്ടുനീതി നടപ്പാക്കുന്നിടത്തല്ല ഞാൻ. അതെ, സത്യം. എനിക്ക് ബോധ്യം വന്നാൽ അത് ഏത് ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും ഇതെനിക്ക് ബോധ്യം വന്നു എന്നുണ്ടെങ്കിൽ ഞാനത് ആർഗ്യൂ ചെയ്യും, കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും, ഞാൻ അതിനുവേണ്ടി പരമാവധി പോരാടും. എനിക്ക് ബോധ്യം വരണം. എന്റെ അടുത്ത് ഇങ്ങനെ എല്ലാവരും എക്സ്പെക്റ്റഡ് ചോദ്യങ്ങളാണ് കൂടുതൽ. ഇപ്പൊ ബുക്ക് എങ്ങനെ എഴുതുന്നു, ഒരു ഡിബേറ്റുകളിലോ അല്ലെങ്കിൽ ഒരു ചർച്ചകളിലോ നമുക്ക് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ വന്നപ്പോഴൊക്കെ നമ്മൾ ആൻസർ ചെയ്തത്, പക്ഷെ വരല് വളരെ കുറവാണ്. അത് ഉപദ്രവിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഈ പാവ മനുഷ്യനെ എന്തിനാണ് ഏറ്റവും ഇങ്ങനത്തെ ഈ മനുഷ്യരുടെ ചോദ്യങ്ങൾ ഉണ്ടാവും, പറഞ്ഞില്ല ഇങ്ങനെ ചോദിക്കാവുന്ന, അങ്ങനത്തെ ഏതെങ്കിലും വേദിയിച്ച് താങ്കൾക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അത് എന്താണെന്ന് അറിയത്തില്ല, നേരിട്ട് ഒരാളും എന്നെ അങ്ങനെ അറ്റാക്ക് ചെയ്തിട്ടില്ല. അറ്റാക്ക് ചെയ്തിട്ടില്ല, അതറിയില്ല. ഈ ചോദ്യം നമുക്ക് ഇറിറ്റേഷൻ ചോദ്യം ഒരിക്കൽ ആദ്യകാലമായിട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ വൈറലായി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇത് അറിഞ്ഞു. ഈ സ്റ്റാർഡം അല്ലെങ്കിൽ ഒരു പബ്ലിക് ഇമേജിലോട്ട് കയറുമ്പോൾ നമ്മൾ എങ്ങനെ നമുക്കൊരു ട്രെയിനിങ് കിട്ടിയിട്ടില്ലല്ലോ. ഒരു സ്ഥലത്ത് ഒരു ടോക്കൺ പോയപ്പോൾ ഒരു പയ്യൻ ഇതുപോലെ അന്ന് ചെയ്തൊരു വീഡിയോയിലൊരു വരി ഇങ്ങനെയായിരുന്നു: പ്രണയമില്ലാത്തവർ സിംഗിൾസ് ലെജൻസ് എന്നൊക്കെ പറഞ്ഞു നടക്കും, സങ്കടം കൊണ്ടാണ് കിട്ടാത്തതുകൊണ്ടാണ്. ഞാൻ ഏതൊരു വീഡിയോയിലൊരു ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പയ്യൻ എഴുന്നേറ്റ് എന്ന് ചോദിച്ചു, നിങ്ങൾ അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞല്ലോ, സിംഗിൾസ് ലെജൻസ് തന്നെയാണ്, സിംഗിൾസിനെ മെക്കിട്ട് കയറാൻ നിൽക്കണ്ടെന്നാണ്. അപ്പൊ ചോദ്യം ചെയ്യുന്നത് അധ്യാപകർ മൈക്കെന്നടാ എന്ന് പറഞ്ഞിങ്ങനെ. അപ്പൊ എന്തിനും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ, അപ്പൊ അന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഫാദർ ലെജൻഡ് ആവാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ നിങ്ങളോട് ചോദിക്കാൻ ഉണ്ടാവില്ലല്ലോ. കാരണം ഇതിനകത്ത് അങ്ങനെ എടുക്കേണ്ട കാര്യം. പക്ഷെ അത് അവൻ നിങ്ങളുടെ അപ്പൻ എന്ന് പറഞ്ഞ രീതിയിലാണ് ഞാൻ പറഞ്ഞത് 2018. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ കാര്യം, നമ്മൾ എന്തെങ്കിലും വാല്യൂസിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടി കൃഷ്ണൻ പറഞ്ഞ പോലെയാണ്, സത്യം മുഖത്ത് നോക്കി തന്നെ പറയണം. കേൾക്കുന്ന ആൾക്ക് പ്രീതികരമായ രീതിയിലും സത്യം പറയാവുന്ന ഒരു സംഭവമുണ്ട്. അത് സുഖിപ്പിക്കലല്ല, ചില കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുമ്പോൾ ചിലർക്ക് അത് അങ്ങനെയാ വർക്കാവുണ്ടാവുള്ളൂ. പക്ഷെ അന്നേ തീരുമാനിച്ച് ഇങ്ങനെ ഹാർഷായിട്ട് പറയേണ്ടത് എന്റെ പേഴ്സോൺ അതായിപ്പോയി. അത് ഇനി എനിക്ക് ഒരിക്കൽ പോലും സന്തോഷം പോലെയോ സന്തോഷം എന്നെ പോലെ ആവാൻ പറ്റില്ല. നമ്മുടെ രണ്ടൊരു ഉദ്ദേശം ഒന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ചോയ്സസ് ഇൻ ലൈഫ് അതെങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ചോയ്സസ് നമ്മളുടെ അനുഭവങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ജീവിതാനുഭവങ്ങളല്ലാതെ ഒരാൾക്കും ഇത് തിരഞ്ഞെടുക്കാൻ കഴിയില്ല. പുസ്തകം വായിച്ചിട്ട് ഒരു സെലക്ഷൻ പറ്റുമോ? നമുക്ക് എന്റെ കാര്യത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ എടുത്തു കഴിയുമ്പോൾ അടുത്ത ചോയ്സിനുള്ള ഒരു ബേസ് ആണത്. അത്രയും ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ഇപ്പോ അന്വേഷിക്കാൻ പറ്റും ഒരു കാര്യത്തെ കുറിച്ച്. എനിക്ക് ചോയ്സസിനുള്ള സാധ്യത വളരെ കൂടുതൽ വരാൻ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി പരാജയങ്ങൾ ഞാൻ നേരിട്ടുള്ള ഒരാളാണ്. കാരണം ആദ്യം മുതൽ തന്നെ മനുഷ്യൻ വേണ്ടാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് മുഴുവൻ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഏഷ്യാനെറ്റിൽ ആദ്യം വരുന്നത് സഞ്ചാരം എന്ന് പറഞ്ഞൊരു പരിപാടിയായിട്ടാണ്. 97-ലൊക്കെ ലോകയാത്ര ചെയ്ത് ഒരു പരിപാടി ഉണ്ടായിക്കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സമ്മതിക്കുമോ? വിശ്വസിക്കുമോ? അതാണ് സംഭവിച്ചത്. അപ്പം അത് പരാജയമാകുന്നത് വേറെ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെയുള്ള ഭ്രാന്ത് പിടിച്ച പരിപാടികളാണ് ഞാൻ ചെയ്തതിൽ ബഹുഭൂരിപക്ഷം. അത് സ്വാഭാവികമായിട്ടും സമൂഹത്തിന് ആദ്യം മനസ്സിലാവില്ല. ഇപ്പൊ ഞാനിപ്പോ ഒരു വീട് പണി, അല്ലെങ്കിൽ ഞാനൊരു ഹെറിറ്റേജ് ഐലൻഡ് പണിയാണെങ്കിൽ ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു സാധനം പണിതു. അത് 2004 കാലത്തിലാണ് നടണം. അപ്പോ ചെമ്പ് എന്ന് പറഞ്ഞൊരു വില്ലേജില്, മമ്മൂട്ടിയുടെ ഗ്രാമമാണ്. അപ്പൊ അവിടെ ഒരു ഐലൻഡില് ഈ പഴയ ഹെറിറ്റേജ് ബിൽഡിങ്ങുകളെല്ലാം ശേഖരിക്കണം. തകർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ 8 കെട്ടുകൾ, 4 കെട്ടുകൾ, മരം കൊണ്ട് പണിത വീട്, ഇതെല്ലാം പണിയണം. അതൊരു സാംസ്കാരിക കേന്ദ്രമാക്കണം. ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ ആ നാട്ടുകാർ മൊത്തം എതിരാ. അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ച് നിൽക്കുന്നത് ഇതിനെ എതിർക്കാനാണ്. മനസ്സിലായില്ലേ? കേരളത്തിലെ അന്നത്തെ ഏറ്റവും പ്രമുഖനായ നേതാവ്, ഇത്തരം കാര്യങ്ങളെയൊക്കെ അന്ന് നഖശികാന്ത് നിൽക്കുന്ന നേതാവ് അവിടെ വന്ന് ചങ്ങാടം കെട്ടി പ്രസംഗിച്ചു, ടൂറിസ്റ്റ് മാഫിയ എന്ന് പറഞ്ഞിട്ട് തന്നെ. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് ഇത് നമ്മൾ ചെയ്യുന്ന ഒരു സാമൂഹികദ്രോഹ പ്രവർത്തനം. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഒരു സാംസ്കാരിക കേരളത്തിന്റെ നഷ്ടപ്പെട്ട ഒരു പൈതൃകത്തെ പുനഃസൃഷ്ടിക്കുന്ന ഒരു ഗ്രാമമാണ് നമ്മുടെ മനസ്സിലെ. ഇത് മനുഷ്യന് മനസ്സിലാവണ്ടേ? അപ്പൊ ഈ മനുഷ്യന് മനസ്സിലാവാത്ത കാര്യങ്ങൾ പറയരുത് എന്നുള്ളത് കുറെ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. മനസ്സിലായില്ലേ? ഞാനിപ്പോ ടൂർ നടത്തുന്നു എന്ന് പറഞ്ഞല്ലോ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി. ഞാൻ ആദ്യം ടൂർ നടത്താൻ പ്ലാൻ ചെയ്തിരുന്നത് ഇങ്ങനെയല്ല. ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ആളുകൾക്ക് ഈ അത്യാഗ്രഹം, ട്രാവൽ, ലോകം കാണണമെന്ന് അത്യാഗ്രഹമുള്ള ആളുകളെ മാത്രം കൊണ്ടുപോകാം. അപ്പൊ അവർക്ക് പൈസയാണല്ലോ പ്രശ്നം, അല്ലെ? അതാണല്ലോ അവരുടെ ആഗ്രഹമുണ്ട്, പക്ഷെ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് യാത്ര ചെയ്യാത്തത്. അപ്പൊ ഏറ്റവും ചെലവ് ചുരുങ്ങി പോവുക. അങ്ങനെ 3 ടൂർ നടത്തി തിരിച്ചു വന്നപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? ദാരിദ്ര്യമായിരുന്നു ടൂർ മൊത്തം എന്നായി പരാതി. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, നമ്മൾ ദാരിദ്ര്യം കാണിക്കരുത്. ഇനി കൊണ്ടുപോകുന്ന 5 സ്റ്റാറിലേ കൊണ്ടാവുള്ളൂ. എന്നിട്ട് ആ കാശ് മേടിച്ചിട്ട് നല്ല 5 സ്റ്റാറിൽ താമസിപ്പിക്കുക.
മനസ്സിലായില്ലേ? അത്രയും കഷ്ടപ്പെട്ട് ഇത്ര വിഷനോട് എന്തിനാ തെറിയിക്കുന്നത്? ചെയ്തിട്ട് ഞാൻ വിചാരിച്ച് പറഞ്ഞു വന്നവേ എല്ലാവരും അവരിങ്ങനെ വാവ് എന്ന് പറഞ്ഞു. ആ തിരിച്ചു വന്നു പറയുന്നത് മൊത്തം ദാരിദ്ര്യമായിരുന്നു പോയി എന്നാണ്. ചോയ്സ് റിസ്ക് ടേക്കിങ്ങിലേക്ക് പോട്ടെ. ജീവിതത്തിൽ ചില സമയങ്ങൾ നമ്മൾ റിസ്ക് എടുക്കാൻ മടിക്കും, ചിലപ്പോൾ ധൈര്യത്തോടെ എടുക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ എങ്ങനെയാണെന്ന് മുമ്പേ പറഞ്ഞത് തന്നെയാണ്. എനിക്ക് ബോധ്യം വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ മനസ്സിലിട്ട് ആലോചിക്കും, ഇതിൽ സത്യമുണ്ടോ, ഇത് ജെനുവിനാണോ, ഇത് നാടിൻ്റെയും കാലത്തിൻ്റെയും ആവശ്യമാണോ. ഇത് 3 കാര്യങ്ങൾ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങ് ടേക്കപ്പ് ചെയ്യും ഏത് കാര്യത്തിലും. ഇതൊരാവശ്യമാണ് ഈ കാലഘട്ടത്തിൻ്റേത്, അത് ജെനുവിനായ ഒരു കാര്യമാണ്, അത് സത്യസന്ധമായ ഒരു കാര്യമാണ്. ഇപ്പം ഞാനൊരു പ്രോജക്റ്റ് നടത്തുന്ന ഒരു സംരംഭമായിരിക്കാം, അതിനകത്ത് എൻ്റെ കസ്റ്റമർക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോ കാണുന്ന ഒരാൾക്ക്, വ്യൂവർ ആയിക്കോട്ടെ, അയാൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടാവണം. ഇത് കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിലുള്ള കമൻറ്റുകളിൽ ഒരു 90% ഇതൊരു പുതിയ അറിവായിരുന്നു, അല്ലെങ്കിൽ ഇത് കൊള്ളാമായിരുന്നു, ഇത് പുതിയൊരു ഇൻഫർമേഷനാണ് എന്നിവർ പറയുന്നുണ്ടാവണം. 10% പേര് വന്ന് ഇത് കൊള്ളില്ല, പോരാ എന്ന് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷെ 90% പേർക്ക് ഇത് കൺവിൻസിങ് ആവണം. കൺവിൻസിങ് ആകുമെന്ന് പറഞ്ഞാൽ അവരെല്ലാം നമ്മളെ ഫോളോ ചെയ്യുന്നതുകൊണ്ടോ ആരാധകരാകുന്നതുകൊണ്ടോ അല്ല, നമ്മുടെ ഏറ്റവും വലിയ ശത്രുവിന് പോലും തോന്നണം, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും വെറുക്കുന്ന ഒരാൾക്ക് പോലും തോന്നണം ഈ പറഞ്ഞത് ജെനുവിനാണ്. എനിക്ക് സന്തോഷം തോന്നുന്ന കാര്യമൊക്കെ റിസ്ക് എടുക്കുക അതാണോ ചെയ്തത്? ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജോലി രാജിവെച്ചത്, ഇപ്പൊ ഈ ജോലിയാണെങ്കിൽ ഇതിന് മുമ്പത്തെ ജോലിയാണെങ്കിൽ അന്ന് 10,000 രൂപ സാലറി എനിക്കുണ്ടായിരുന്നു. തൊട്ടടുത്ത് പോയി വരാവുന്ന ജോലി, ഒരുപാട് ട്രാവൽ, എല്ലാവരും കാഴ്ചയിൽ ഭയങ്കര നല്ലൊരു ജോലിയായിരുന്നു. പക്ഷെ എനിക്ക് സെയിൽസും ബിസിനസ്സും ആയിരുന്നില്ല. എനിക്ക് കഥകൾ പറയാൻ എഴുതാനായിരുന്നു ആഗ്രഹം. അത് ഉപേക്ഷിച്ചത് കൊണ്ട് ഇപ്പോൾ ഇവിടെ വരെ എത്തി ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ റേഡിയോ പോലും മിർച്ചി പോലും വളരെ നല്ലൊരു സ്ഥാപനമാണ്, സേഫാണ്. എന്റെ കാര്യങ്ങൾക്കനുസരിച്ച് അവർ ടൈം ഷെഡ്യൂൾ മാറ്റി നോക്കുന്നത്. പക്ഷെ എനിക്കത് വേണ്ടാന്ന് വെക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് എന്റെ അല്ലെങ്കിൽ എന്റെ ഹാപ്പിനെസ് ആണ് ഞാൻ നോക്കുന്നത്. ജീവിതത്തിൽ ഒരു അൺഫിനിഷ്ഡ് ചാപ്റ്റർ ഇനിയുണ്ടോ? കുറേ ഉണ്ട്, ചാപ്റ്ററുകൾ തന്നെയുണ്ട്. അല്ലാതെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലക്ഷ്യങ്ങൾ നമ്മൾ ഇതിനോടകം തന്നെ നേടിയെന്ന് നമ്മൾ വിശ്വസിക്കും. പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പുതുതായിട്ടുണ്ടായി വരികയാണ്. ഇപ്പോൾ ടെക്നോളജി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 25 കൊല്ലം മുമ്പുള്ള ഒരാളോട് എന്താണ് ജീവിതത്തിൽ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ അയാൾ ചിലപ്പോൾ നല്ല പൊസിഷൻ എത്തിയിട്ടുണ്ടാവാം. ഇപ്പോൾ മാധ്യമ പ്രവർത്തനം ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ മാധ്യമ സ്ഥാപനത്തിന് ഏറ്റവും തലപ്പത്തെത്തിയിട്ടുണ്ടാവാം. അയാൾ നല്ലൊരു പ്രോഗ്രാം ചെയ്ത് കൈയടി നേടിയിട്ടുണ്ടാവാം. ആ ആൾ ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ആയൊക്കെ എന്തെല്ലാം കൂടെ ചെയ്യാനുണ്ട്, ഒന്ന് ചിന്തിച്ച് നോക്കിയേ. റിട്ടയർ ചെയ്ത് വീട്ടിൽ പോയിരിക്കുന്ന ഒരാൾക്ക് പോലും എന്തെല്ലാം ചെയ്യാനുള്ള സാധ്യതയാണ് ടെക്നോളജി കൊടുത്തത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ലോകം വരുമ്പോൾ നമുക്ക് നമ്മളുടെ ഈ പറഞ്ഞ അനുഭവങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് സമൂഹത്തിന് എന്തെല്ലാം കൊടുക്കാനുണ്ട്. അപ്പം കാലം മാറുന്നതനുസരിച്ച് നമ്മളുടെ അനുഭവങ്ങൾ നമ്മുടെ അസറ്റ്സായി മാറുകയാണ്. ഈ അസറ്റിനെ എങ്ങനെ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് സാധ്യത. തീർച്ചയായിട്ടും അനന്തമായ സാധ്യതകളാണ്. താങ്കളുടെ മനസ്സിൽ എപ്പോഴും ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് കുറച്ചുകൂടി നമ്മളൊരു ഉപദേശ ഇമേജ് ആണ് നമുക്ക് ജനറലി ഉള്ളത്. സെഷൻസ് കേട്ടവർക്ക് ഒരു പക്ഷേ തോന്നലുണ്ടാവില്ല. ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ അല്ല, ലൈവ് സെഷൻസിൽ ഹ്യൂമർ ഫീൽഡ് ആണ് എല്ലാം തന്നെ. നമുക്കൊരു സ്റ്റാൻഡപ്പ്, ഒരു ഇൻസ്പിറേഷണൽ സ്റ്റാൻഡപ്പ് എന്നൊരു സാധനം മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു. അത് ഒരിക്കൽ നമ്മള് ലുലുവിന്റെ ഒരു സ്പോൺസർഷിപ്പില് ദുബായിൽ ഒരെണ്ണം ചെയ്തു, പിന്നെ വെല്ലൂർ ഒരെണ്ണം ചെയ്തു. അപ്പൊ ഈ കൊറോണ വന്നു, നമ്മളൊരു ടൂർ പോലെയൊക്കെ ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടായി. പിന്നെ അത് ഡൈ ഡൗൺ ആയി. അതൊന്ന്, പിന്നെ സിനിമ അഭിനയിക്കണം, എഴുത്ത് എഴുതണം, നമ്മുടെ സ്കിൽ അതാന്ന് തോന്നുന്നു. അത് രണ്ടുമാണ്. പിന്നെ വിവാഹം അതൊരു അൺഫിനിഷ്ഡ്, അത് മനസ്സിലുണ്ട് കേട്ടോ. അത് കേറി കൊത്തി. എനിക്ക് സമാധാനമായി, ഈ പരിപാടിയുടെ ഉദ്ദേശം സാധ്യമായി. അതല്ലേ. അല്ല, നിങ്ങളുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ പരസ്പരം സ്വാപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യും? ഇദ്ദേഹത്തിന്റെ ലൈഫ് ജീവിക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും പറഞ്ഞ അവസ്ഥയിലാണെങ്കിൽ പറ്റില്ല. കാരണം അതില് ഒന്ന്, ട്രാവലിന്റെ കാര്യത്തിൽ പോലും അത്രയും പാഷനേറ്റ് അല്ല ഞാൻ ട്രാവലിന്റെ കാര്യത്തിൽ. കാരണം എനിക്ക് ഈ ജോലിയുടെ ഭാഗത്ത് നിരന്തരം ട്രാവല് ഓർഗാനിക്കലി യാത്ര ചെയ്യുന്ന ഒരാളില്ല. ഈ ഒരു ഇന്റർവ്യൂ തന്നെ പറഞ്ഞ എത്ര സ്ഥലങ്ങൾ, എത്ര യാത്രകൾ, എത്ര കാര്യങ്ങൾ, എത്ര സംഗതികൾ, മറ്റേ ഇത് ചാനല്, TV, എംപ്ലോയീസ് മാനേജ്മെന്റ്, എനിക്കിത് പറ്റില്ലെന്നാണ് എന്റെ ഓണസ്റ്റ് ആൻസർ. ഇദ്ദേഹത്തിന്റെ ജീവിതമാണെങ്കിലോ? ഇത് എനിക്ക് തോന്നുന്ന ഒരു റിട്ടയർമെന്റിന് ശേഷം ചിലപ്പോൾ ഞാൻ ഇതായിരിക്കും ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, ഇങ്ങനെ മനുഷ്യനെ പ്രചോദിപ്പിച്ച് ഈ പറഞ്ഞ മനുഷ്യരായിട്ട്, അതല്ല, ഈ മനുഷ്യരോട്, ഈ സംവിധാനത്തോടെല്ലാം യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല. വെയിലും മഴയും കൊണ്ട് ഇത്രയും ലോകം മുഴുവൻ നടക്കേണ്ട കാര്യമില്ല. വേർത്ത് കുളിക്കേണ്ട കാര്യമില്ല. കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ഇതുവരെ ആർജിച്ച അറിവുകൾ ആളുകളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സ്മൂത്തായ, സോഫ്റ്റായ ഒരു മനുഷ്യനായി മാറാൻ പറ്റുമെങ്കിൽ അതായിരിക്കും എന്നെ സംബന്ധിച്ചോളം ജീവിത ലക്ഷ്യം.
യാത്രകളത്തെ ശാന്തനാക്കിയത് അതന്നെ. പല്ലു കൊഴിഞ്ഞ സിംഹം. ഇത്ര യാത്ര ചെയ്തിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഒരു രാജ്യത്തിന്റെ കൊടി ഏതാ? 2 രാജ്യങ്ങളിലെ എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുണ്ട്. അതിന്റെ ആ ഗാംഭീര്യം കൊണ്ടാണ്. ഒന്ന് സൗത്ത് ആഫ്രിക്കയുടെ ഫ്ലാഗ്, കളർഫുൾ ആയിട്ടുള്ള 3 അല്ല 4 ഉണ്ട് അതിനകത്ത്. പിന്നെ ജർമ്മനിയുടെ ആ റെഡ് ബ്ലാക്ക് റെഡ് ആൻഡ് യെല്ലോ ആദ്യപരം കനപ്പെട്ട ഒരു ഫ്ലാഗ് ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. കുറച്ച് ഒരു ഫ്ലാഗിനോട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ, അതുകൊണ്ട് ചോദിച്ചതാ. അതുകൊണ്ടാണ് ഈ ഫ്ലാഗ് കൊണ്ട് തന്നെ ഉടുപ്പ് തയ്പ്പിച്ചിട്ടെ. ഇതേതോ ഒരു ആഫ്രിക്കൻ രാജ്യത്തിന്റെ ഫ്ലാഗ് ആണല്ലോ. ഞാൻ തന്നെ വടി കൊടുത്ത് അടിമേച്ചു. ഇത് ഏത് ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ചതാ, ഫ്ലാഗ് ഒന്നും അല്ല. അല്ല നിങ്ങൾ ഞാൻ കാശ് കൊടുത്ത് മേടിച്ചത് ഒരു കോസ്റ്റ്യൂം കട്ടിസും ഇല്ല. താങ്കൾ പോയ രാജ്യങ്ങൾ എല്ലാവരും കൂടി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കാം. രാജ്യങ്ങൾ നിങ്ങൾ പോയ രാജ്യത്തിൽ ഒരു 5-6 രാജ്യങ്ങൾ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് താങ്കളോട് സംസാരിക്കാൻ തുടങ്ങിയതായിരിക്കാം. സ്വിറ്റ്സർലൻഡ് എന്തായിരിക്കും ചോദിക്കാം? സ്വിറ്റ്സർലൻഡ് കാശിന്റെ കുറച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടായിരിക്കും നമ്മളോട് പറയുക. കാരണം അവർക്ക് വേണ്ടത് കാശാണ്. ഈ യുദ്ധം വേൾഡ് വാർ 2 നടക്കുന്ന സമയത്ത് അവിടെ പൊരിഞ്ഞാടി നടക്കുമ്പോഴും ഇവനിതൊന്നും അറിയാതെ കാശെണ്ണിക്കൊണ്ടിരിക്കുക. കാരണം ഈ രാജ്യത്തെ ഭരണാധികാരികളുടെ സമ്പന്നരുടെ നാളെ ഇതെല്ലാം പോകുമെന്ന് ഉറപ്പുള്ളവരെല്ലാം കാശും സ്വർണവും അവൻ്റെ വിലയേറിയ പെയിൻറ്റിങ്സും മുഴുവൻ കൊണ്ടുപോയി വെക്കുന്നത് സ്വിറ്റ്സർലൻഡാണ്. ചുറ്റോട് ചുറ്റും വെട്ടിയും പുകയുമായിട്ട് ലക്ഷങ്ങൾ ചത്തു വീണുകൊണ്ടിരിക്കുമ്പോൾ സ്വിറ്റ്സർലൻഡുകാരൻ ഇതൊന്നും ഇല്ലാതെ കാശുണ്ടി കൂട്ടിക്കൊണ്ടിരിക്കുക. അവർക്ക് കാശാണ് അവരുടെ പ്രധാനം, മറ്റൊന്നും. മൊറോക്കോ കുറച്ചുകൂടെ ഈ കൾച്ചറലി വേറൊരു ഇബ്ൻ ബത്തൂത്തിന്റെ നാടാണ്, മനസ്സിലായില്ലേ? അവിടെ ഒരു 3 സംസ്കാരങ്ങളാണ്, ഭയങ്കര രസമാണത്. ആഫ്രിക്കൻ കൾച്ചർ ഒരു വശം കിടക്കുന്നു, യൂറോപ്യൻ കൾച്ചർ ഒരു കിടക്കുന്നു, പിന്നെ അറബ് കൾച്ചർ വേറൊരു കിടക്കുന്നു. അപ്പൊ ഇത് 3 കൂടെ ചേർന്ന ഒരു ഡെഡ്ലി കോമ്പിനേഷനാണ്. ഭയങ്കര നല്ല മനുഷ്യര്, വളരെ ഹോസ്പിറ്റാലിറ്റി ഉള്ള ആളുകൾ, നല്ല ഗംഭീര ഫുഡ്. എൻ്റെ അടുത്ത് അവർ ചോദിക്കാൻ പോകുന്ന ഇതാണ്, എൻ്റെ അടുത്ത് അവിടെ കുറെ മലയാളികളുണ്ട്, ഇവരൊക്കെ എൻ്റെ അടുത്ത് പറയാറുള്ളൊരു കാര്യം ഇതാണ്, ഇവിടെ കുറച്ച് കാലം വന്ന് നമുക്ക് ജീവിച്ചുകൂടെ എന്നുള്ളതാണ്. കാരണം അവിടെ കുറച്ച് കാലം ജീവിക്കണം എന്നുള്ള എൻ്റെയും ഒരു ആഗ്രഹം. കാരണം അവിടെ ചില സ്ഥലങ്ങൾ വളരെ രസകരമായ ചില സ്ഥലങ്ങളുണ്ട്. കോസ്റ്ററിക്ക എനിക്ക് എന്നെ അത്ര അങ്ങോട്ട് പോരാ. അന്റാർട്ടിക്ക ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പരമാവധി ഒരാഴ്ച താമസിക്കാം, പിന്നെ എന്താ നിങ്ങൾക്ക് അവിടെ ചെയ്യാനുള്ളത്? ഒന്നും ചെയ്യാനില്ല അവിടെ. ജപ്പാൻ എന്താ പ്രശ്നം എന്നറിയാമോ? ഭയങ്കര തിരക്ക് പിടിച്ച ഒരു രാജ്യമാണ്. അവരിങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാത്രി 10 മണിക്കും 11 മണിക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഓഫീസ് കോംപ്ലക്സുകളിലെ ബിൽഡിംഗ് എല്ലാം ലൈറ്റ് തെളിഞ്ഞ് കിടക്കുന്ന കാണാം. ഇവരെപ്പോഴാണ് വീട്ടിൽ പോകുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. അതുപോലെയാണ് ഈ വഴിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചിന്തിച്ച് നടക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഭയങ്കര ബിസി, ഭയങ്കര ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹമാണ്. എന്നാൽ ജപ്പാന്റെ ചില ഉൾനാടുകളുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീസ്ഫുൾ ലൈഫ് നടക്കുന്ന ഗ്രാമങ്ങൾ. അവിടെ പോയിരിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ അവസാനത്തെ വീട് അങ്ങ് തീരുന്നിടത്ത് ആ വീടിൻ്റെ ഭിത്തി ഉണ്ടല്ലോ, ആ ഭിത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും അറിയോ? നെല്ലായിരിക്കും, നെൽവയലായിരിക്കും. അല്ലാതെ പിന്നെ ഒരു വഴിയോ ഒരു ബ്ലാങ്കായ ഒരു സ്ഥലമോ ഒന്നുമില്ല. അവസാനത്തെ വീടിരിക്കുന്നത് ഈ പാടത്തിന് അകത്താണ്. അങ്ങനെയാണ് ഗ്രാമങ്ങളിലെ പാടങ്ങൾ, കൃഷിയിടങ്ങളൊക്കെ. ഭയങ്കര ബ്യൂട്ടിഫുൾ അത്. പക്ഷേ ജപ്പാൻ ആസ് എ ഹോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടെൻസ്ഡ് ആയ വലിയ ജോലിഭാരം തലയിൽ വഹിക്കുന്ന ഒരു വിഭാഗം, ടെൻഷൻ അടിച്ച് എപ്പോഴും നടക്കുന്ന ആളാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. വെനിസ്വേലയിൽ അവരൊന്നും ചോദിക്കാൻ സാധ്യതയില്ല നമ്മുടെ അടുത്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ വലിയ പ്രശ്നങ്ങളവിടെ. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം ഏറ്റവും സമ്പത്തിൻ്റെ, ലോകത്തെ ഏറ്റവും അധികം എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണെന്ന് ഓർക്കണേ ഈ വെനിസ്വേല. അവിടെ സമാധാനവും ഇല്ല, സമ്പത്തും ഇല്ല. ഈ രണ്ടും ഇല്ലെങ്കിൽ ഒരു രാജ്യം തീർന്നില്ലേ? മനുഷ്യൻ പട്ടിണിയുടെ അങ്ങേയറ്റം. ഇവന് ഈ ഇത്ര എണ്ണ കൊണ്ടുപോയി കൊടുത്തിട്ട് എന്ത് കാര്യം ഉണ്ടായെന്നുള്ളതാണ്. അതാണ് പ്രശ്നം. ലോകത്തെ ഏറ്റവും അധികം എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ് ഈ വെനിസ്വേല. പക്ഷെ അവർക്കത് ഉപയോഗിക്കാൻ അറിയത്തില്ല. ഏകാധിപതികൾ അവിടുന്ന് ഭരിച്ചു, അത് പല പേരിൽ, പല ഭരണ സംവിധാനങ്ങൾ. പക്ഷെ അവിടുന്ന് അവർ ഈ കാശ് എവിടെയൊക്കെയോ മറിച്ച് മറ്റേതോ രാജ്യത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പാവങ്ങൾ പട്ടിണിയും പരിവട്ടമായിട്ട് ജീവിക്കുകയാണ്. ജോസഫേ, താങ്കളുടെ കഥാപാത്രങ്ങൾ താങ്കളോട് സംസാരിക്കാൻ തുടങ്ങിയാൽ ഏറ്റവും അധികം താങ്കൾക്ക് ഒരു എന്താ പറയുക, ഒരു ക്രിറ്റിസിസം കേൾക്കുന്ന ഏത് കാരണമായിരിക്കും? നമ്മള് 3 ബുക്കുകളാണ് എഴുതിയിട്ടുള്ളത്. അതിനകത്ത് 2 ബുക്കുകൾ നമ്മുടെ തന്നെ സ്വന്തം കഥകളാണ്. ചില കാര്യങ്ങൾ ചിന്തിക്കുന്നത്, ആദ്യ ബുക്കിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് വളരെ ഗ്ലോറിഫൈ ചെയ്ത ചില ക്യാരക്ടേഴ്സ് പിന്നെയും ജീവിതത്തിൽ അവർ പിന്നെ ഉണ്ടായിരുന്നല്ലോ, നേരെ അവർ ഉൾട്ടയാവും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള അനുഭവമാണ്. അതായത്
അവിടെ ഇന്ന് ഒരാളെ അയാൾ ചെയ്ത വലിയൊരു കാര്യത്തെ ഇത് എഴുതുമ്പോൾ നമുക്ക് കൊടുക്കാണല്ലോ, പബ്ലിക്കിന് കൊടുക്കുകയാണ്. ബട്ട് ഈവൻ ദാറ്റ് പേഴ്സൺ ക്യാൻ ചേഞ്ച് എന്നുള്ള സാധനം ഭയങ്കര അലാമിംഗ് ആണ്. അതുകൊണ്ട് ഇപ്പോൾ പേരുകൾ ഞാൻ ഇപ്പോൾ എഴുതുമ്പോൾ മാറ്റിയാണ് എഴുതുന്നത്. കാരണം നമ്മൾ ബുക്കിൽ വളരെ പ്രിയപ്പെട്ട ഫേവറേറ്റ് എന്നൊക്കെ പറഞ്ഞ ചില ആളുകൾ ഇന്ന് ലൈഫിലില്ല. അത് അപ്പോ ആരെന്ത് ചോദിക്കുന്നു വെച്ചാൽ എനിക്ക് അവരെന്ത് ചോദിക്കുന്ന പോലെ എനിക്കറിയാം. എനിക്ക് അവരോട് എന്താ ചോദിക്കേണ്ടതെന്ന് പറഞ്ഞൂടാ. കാരണം ഇതൊരു ഒരുപക്ഷെ ഒറ്റോട് നമുക്ക് രണ്ടുപേരും അത് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ബട്ട് സംഭവം നമ്മൾ വളരെ ഇങ്ങനെ ഡിക്ലെയർ ചെയ്ത മനുഷ്യരൊക്കെ ഇറങ്ങിപ്പോകുന്നത് ചിലപ്പോൾ കാണാറുണ്ട്. ഒരു യഥാർത്ഥ മലയാളി ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചാൽ 10 കൊല്ലം കഴിഞ്ഞ് താങ്കളുടെ വീക്ഷണത്തിൽ എങ്ങനെയായിരിക്കും? മലയാളി ഓരോ സമയത്തും വലിയ മാറ്റങ്ങൾക്ക് തയ്യാറാകുന്ന ഒരു സമൂഹമാണ്. അതായത് വളരെ സ്ലോ ആണെന്നുള്ളതേ ഉള്ളൂ കുഴപ്പം. മാറാനങ്ങ് തുടങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ പിന്നെ അങ്ങോട്ട് മറ്റു നാടുകളെ പോലെയല്ല, ഈ മാറാൻ ഭയങ്കര സ്ലോയാണ് നമ്മൾ. പക്ഷെ പിടിച്ച് കിട്ടിയ മാറി തുടങ്ങിയ ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് ഒരു 20 കൊല്ലം മുമ്പ് ഒരു ഹൈവേ അല്ലെങ്കിൽ ഒരു എക്സ്പ്രസ് വേ വരുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി അതിനെ എതിർക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നല്ലോ, ഇല്ലേ? അല്ല, എന്നാൽ ആ ഹൈവേ ഇപ്പം ആ 6 വരി പണി തീരാറായെന്ന് കണ്ടപ്പോഴത്തേക്ക് എല്ലാ മനുഷ്യരും ഇത് ഞാനാണ്, ഇതിന്റെ പിന്നിൽ ഞാനാണ്, ഇല്ലായിരുന്നു എന്തിനറിയാം വഴിയിലേക്ക് നിൽക്കുന്ന ആൾ പോലും പറയുന്നത് ഇത് ഞാനാണ് എൻ്റെ മുമ്പിലെ റോഡ് മുഴുവൻ ശരിയാക്കിയത് എന്നുള്ള മട്ടിൽ അല്ലേ? അപ്പം എന്തിൻ്റെയും ഓണർഷിപ്പിലേക്ക് വരെ അങ്ങ് എത്തും ഒരു ഘട്ടം കഴിഞ്ഞാൽ. അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെ എതിർക്കുന്നുണ്ടോ അതെല്ലാം മാറ്റി പറഞ്ഞവനായിരിക്കും 10 കൊല്ലം കഴിഞ്ഞ മലയാളി. നമ്മളെ എതിർത്ത കാര്യങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം പേഴ്സണൽ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെന്നാണ് ചില സമയത്ത്. അതാണ്. ഇതാണ് എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ കേരളത്തിന്റെ ടാഗ് ലൈൻ ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ്. താങ്കളുടെ അഭിപ്രായത്തിൽ ഒരുപാട് കാലമേ നമ്മൾ ഉപയോഗിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ടാഗ് ലൈൻ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞ് എല്ലാം ഓണർഷിപ്പിലേക്ക് ഇരിക്കുന്ന മലയാളിക്കും എന്തായിരിക്കും മാറേണ്ടത്? നമ്മൾ ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞത് ആരോ ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയാണെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ഈ കൺട്രിക്ക് 2 അർത്ഥമുണ്ട്. ഗോഡ്സ് ഓൺ കൺട്രികൾ എന്നായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പം കൺട്രികളിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് മാറണം എന്നുള്ളതാണ് എനിക്ക് എൻ്റെ അഭിപ്രായം. ഓരോ ടേമുകൾ വരുന്നുള്ളൂ. സൗരവ് ഗാംഗുലിനെ ഓഫ്സൈഡിലെ ദൈവം എന്ന് വിളിച്ചത് രാഹുൽ ദ്രാവിഡാണ്. അതുപോലെ വാൾ ഓഫ് ക്രിക്കറ്റ് എന്ന് ഓരോ പേരുകൾ വരികയാണ്. നമുക്ക് ഏറ്റവും നല്ല പേരായി പോയി നമ്മുടെ നാട്ടിൽ. വേറെ ഇതിലും മുകളിലൊരു സാധനം പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും പ്രശ്നം ഉണ്ടാവുമ്പോ ഈ ടാഗ് ലൈനാണ് പണി കിട്ടുന്നത്. അതെ അതെ, അതുമായിട്ട് അങ്ങ് മാച്ച് ആവുന്നില്ല. മണിച്ചേട്ടൻ പറഞ്ഞ പോലെ ട്രെയിൻ കള്ളവണ്ടി കയറിയാലും വണ്ടിക്കാണ് പേര് കള്ളവണ്ടി എന്ന് പറഞ്ഞ പോലെ എനിക്ക് എന്ത് ടാഗ് ലൈൻ വരും അറിഞ്ഞൂടാ. അതെ, ചിലപ്പോ തോന്നി ഇനിയിപ്പോ ദൈവം തന്നെ ഒന്ന് ഇറങ്ങി വിചാരിച്ചാൽ നന്നാവാം. അപ്പൊ അതാണ് നിങ്ങളുടെ ടാഗ് ലൈൻ വരുന്നത്. എനിക്ക് എത്ര സന്തോഷമായി കൊണ്ട് സംസാരിച്ച് കുറച്ച് കഴിഞ്ഞ് ചിരിച്ച് അതന്നെ ആയ തിരിച്ചൊക്കെ ഞാൻ നോക്കും മുഖത്തേക്ക് വലിയ സന്തോഷമില്ല, എന്നാലും പോട്ടെ. അതെ, അല്ല ഞാൻ ഇത് കഴിഞ്ഞ് പോകാൻ നേരത്ത് തരാൻ പോകുന്ന ആ കനപ്പെട്ട പൊതിയെ കുറിച്ചാണ് ഞാനിങ്ങനെ സന്തോഷത്തിന്റെ കിട്ടിയില്ലേ? അതെ, എന്തായാലും ഞാനിന്ന് കുറച്ച് അധികം ഇന്റർവ്യൂ വെച്ചെങ്കിൽ ഇങ്ങനെ നീ കിട്ടാൻ പോകുന്ന 3 കൊല്ലം കഴിഞ്ഞാ ഇയാളെ അതൊരു കാര്യം ചെയ്യും, അടുത്ത കൊല്ലത്തെ കൂടി ഇപ്പം എടുത്തോളൂ. ഇല്ലില്ല, പക്ഷെ നിങ്ങൾ രണ്ടുപേരും കൂടി വരുന്നത് കുറെ സമയം കഴിഞ്ഞ തവണ ആരുടെ കുഴപ്പം കൊണ്ടാണ് ചെയ്യാത്തത്? ചെന്നൈയിൽ ഇടിയും മഴയും പെയ്ത് ഞങ്ങളുടെ കുഴപ്പമാണോ? കഷ്ടകാലത്തിന് ആ രാജ്യത്ത് ഒരു മഴയും പെയ്യാതെ നിങ്ങളുടെ ഫ്ലൈറ്റ് ഇങ്ങനെ പോയ സാധനം. പക്ഷെ ഞാൻ ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അതും കൊണ്ടേ പോകുള്ളൂ എന്നുള്ളതുകൊണ്ട് അന്ന് വന്ന് വേറൊരാൾക്ക് മനീഷിന് കൊടുത്തു. അന്നത്തെ ദിവസം ഞാൻ ഏതായാലും അതിനുവേണ്ടി അപ്പൊ ഞാൻ മാഷെ മനീഷിന് കൊടുത്തല്ലേ, അന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങൾ വന്നില്ല, മനീഷിന് കൊടുത്തു. ശ്രീനിവാസൻ പറഞ്ഞ പോലെയാണ്, എനിക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ സമയമായാൽ ഞാൻ പോയി ഇന്റർവ്യൂ കൊടുക്കും. താങ്ക് യു, പ്ലഷർ. ഓക്കെ, അപ്പൊ ഇനി 2 കൊല്ലം കഴിഞ്ഞ് കാണാം. സത്യം.